അത് അങ്ങനെ അവിടെ ഇരുന്നോട്ടെ, ഇനി വെറുതെ ഇനി അതിൻ്റെ മേലെ കൈവച്ചതിന് വൃത്തികേടാക്കണ്ടെന്നുള്ളൊരു ചിന്ത തന്നെയാണ് ഉണ്ടായിരുന്നത്. കലച്ചേച്ചിനെ ആണെന്നുണ്ടെങ്കിലും നന്ദുചേട്ടനെ ആണെങ്കിലും കുറേയൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ഇനിയും കിട്ടും ഇവരുടെ കയ്യിൽ നിന്ന് എന്നുള്ളത് ഇങ്ങനെ തോന്നിയായിരുന്നു. തേങ്ങയുടെ കാര്യം എന്ന് പറയുമ്പോൾ തേങ്ങ ഭരതനാട്യത്തിൽ ത്രൂ ഔട്ട് ഉണ്ടായിരുന്നൊരു പ്രോപ്പർട്ടിയായിരുന്നു. ഒരു ഡിസ്കഷൻ സമയത്തൊക്കെ ആദ്യം തേങ്ങ പുതിക്കും, പിന്നെ തേങ്ങ ഉണക്കാൻ വയ്ക്കും, പിന്നെ കൊപ്ര ചിരട്ടേന്ന് വേർതിരിക്കും, കൊപ്ര ഒടിച്ചിടും. അതുപോലെ അതിങ്ങനെ ഓർഡറിലാണ് ഭരതായ മരിക്കുന്നത് തേങ്ങയാണ്. പ്രൊഡക്ഷന് ഇതായിരിക്കില്ല, പോടാറ് നോക്കിയിട്ട് രണ്ടാമത് കാണുമ്പോൾ ചിരിക്കാനല്ലത് ആദ്യം ഒരു വട്ടം കാണുമ്പോൾ ചിരിക്കണം എന്നുള്ളതുണ്ടായിരുന്നു. റെഫറൻസുകൾ വന്നതാണെങ്കിൽ പോലും എനിക്ക് പൊതുവെ റെഫറൻസുകൾ ഉപയോഗിക്കുന്ന അത്ര അധികം വലിയ താല്പര്യമുള്ളതല്ല. കുറേയൊക്കെ നമ്മുടെ റെഫറൻസുകളുണ്ട്, കുറേയൊന്നും നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല. മത്സരം പോലെ ആളുകൾ എടുത്ത് കമന്റ് ബോക്സിൽ നമ്മൾ ഞാനും ഒരെണ്ണം കണ്ടുപിടിച്ചേക്കാം എന്നൊരു രീതിയിലൊക്കെ പോയിട്ട് അതൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. ഇപ്പോൾ കുറെ പേര് ബാലേട്ടന്റെ സ്പൂഫ് അടിക്കുക, ദൃശ്യത്തിന്റെ സ്പൂഫ് അടിക്കുകയാണ്, ഞാൻ സ്പൂഫ് അടിക്കാൻ നടക്കുക എന്നുള്ളൊരു ധാരണ ഉണ്ട്. അങ്ങനെയല്ലത് ഭരതനാട്യം സംഭവിച്ചതിന് ഒരു കാരണമുണ്ട്. അങ്ങനത്തെ ഒരു ഇൻസിഡന്റ് എനിക്ക് അറിയാവുന്നതാണ്. ഇതുപോലെ ആളുകളെ ചൂഷണം ചെയ്യാൻ ഒരു സെറ്റ് ഓഫ് ആളുകളുണ്ട്, അതെല്ലാ കൂട്ടത്തിലും ഉണ്ട്. ഒരുപാട് വയലൻസ് സിനിമകളൊക്കെ ഇപ്പോൾ വരുന്നു, ഒരുപാട് ത്രില്ലറൊക്കെ വരുന്നു. അതിനിടയിൽ ഇത് മനസ്സിന് കുളിർമ നൽകുന്ന ഒരു സിനിമയാണ് എന്നൊക്കെ. നമ്മളാണെങ്കിൽ ഇവിടെ വയലൻസ് കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് ഈ ആളുകൾ കൂടി ആയപ്പോൾ ഭരതനാട്യത്തിന്റെ സീക്വലാണ് എന്നുള്ളൊരു പേടി പിന്നെ വരാൻ തുടങ്ങി. എന്തൊരു സിമ്പിൾ ആണ് ഈ ഫാമിലി. ആ സ്പെക്ട്രോഷ്യലാണെങ്കിൽ ചില തിയേറ്ററിൽ ഒരു പ്രൈവറ്റ് കൊടുക്കുന്നത് കേട്ടിട്ടുണ്ട്. നമുക്ക് ഷോസ് ഒക്കെ കിട്ടാൻ സാധ്യത കുറവാണെന്നുള്ളത് നമ്മുടെ പടത്തിന് ആദ്യമേ ആൾക്കാർ ചവിട്ടും എന്നുള്ള കാര്യം നല്ലപോലെ അറിയാന്നുള്ളതുകൊണ്ടും ഈ തിയേറ്ററിലെങ്കിലും നമുക്ക് ഫുൾ ഷോ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തൊരു നമ്പറാണത്. അപ്പുറത്തോട്ടേക്ക് വേറെ മാജിക് ഒന്നുമില്ല. നമസ്കാരം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് മോഹിനിയാട്ടത്തിന്റെ സംവിധായകൻ കൃഷ്ണദാസ് മുരളിയാണ്. നമസ്കാരം. നമസ്കാരം. മോഹിനിയാട്ടം ഈ റീസെൻ്റ് ആയിട്ടുള്ള ഏറ്റവും നല്ലൊരു ഹിറ്റായിരുന്നു. ഇപ്പോൾ OTT വന്നു കഴിഞ്ഞിട്ട് വീണ്ടും ആളുകൾ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് മോഹിനിയാട്ടത്തിൻ്റെ റൈറ്റിങ്ങിനെ പറ്റിയിട്ടായിരിക്കും. മോഹിനിയാട്ടത്തിൻ്റെ റൈറ്റിംഗ് അടിപൊളിയാണ് എന്നുള്ളതാണ് മൊത്തത്തിൽ. ഇപ്പോൾ ഫസ്റ്റ് പാർട്ട് അവിടെ നിൽക്കുമ്പോൾ കുറച്ച് ക്യാരക്ടേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്, അവരെ വെച്ച് തന്നെ സെക്കൻഡ് പാർട്ട് ചെയ്യാന്ന് പറയുന്ന ആ ഒരു റൈറ്റിംഗ് പ്രോസസ്സ് മൊത്തത്തിൽ എങ്ങനെയായിരുന്നു? അല്ല, ആ ഫസ്റ്റ് പാർട്ട് ആ ക്യാരക്ടേഴ്സൊക്കെ എനിക്ക് ഫേവറേറ്റ് ആണ്. ഞാനത് നമ്മുടെ സെക്കൻഡ് പാർട്ടിലോട്ടൊക്കെ കിടക്കുന്നതിന് മുൻപായിട്ട് തന്നെ ഞങ്ങൾക്ക് ഈ ഒരു ഡാർക്ക് ഹ്യൂമർ കൈൻഡ് ഓഫ് പടം, ഇതുപോലത്തെ ഒരു നാട്ടിൻപുറം ബാക്ക്ഡ്രോപ്പിൽ ഈ ഒരു നാടൻ ഫാമിലിയിൽ വന്നാൽ രസമായിരിക്കും എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. ഞാനത് വിഷ്ണുവിനോട് ഡിസ്കസ് ചെയ്യണം. വിഷ്ണു നമ്മുടെ കോറക്ടർ. അപ്പോഴൊക്കെ ഈ പറഞ്ഞതുപോലെ എവിടേക്കോ നമ്മുടെ ഈ ഫാമിലിനെയും കണക്ട് ചെയ്തൊക്കെ വെറുതെ എക്സാമ്പിൾ പോലെ പറഞ്ഞു പോകുമായിരുന്നു. അതിനുശേഷമാണ് തോമസ് ചേട്ടനും സൈജു ചേട്ടനും ഒക്കെ ഇതുപോലെ ഒരു സെക്കൻഡ് പാർട്ടിൻ്റെ ഒരു ആലോചന എന്നുള്ള രീതിയിൽ വന്നതും. ആദ്യം നമുക്കത് വേണ്ട, കാരണം ഇപ്പോൾ OTT-യിലാണെങ്കിൽ നമുക്ക് നല്ലൊരു പേര് കിട്ടിയത്, അത് അങ്ങനെ അവിടെ ഇരുന്നോട്ടെ, ഇനി വെറുതെ ഇനി അതിൻ്റെ മേലെ കൈവച്ചതിന് വൃത്തികേടാക്കണ്ടെന്നുള്ളൊരു ചിന്ത തന്നെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആലോചിച്ച് നോക്ക് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തത്. അപ്പോഴാണ് വിഷ്ണുവിൻ്റെ അടുത്തിപ്പോൾ നമ്മൾ അങ്ങനെ ആലോചിച്ചിരുന്നൊരു പരിപാടി നമുക്കിന്ന് ഈ ഫാമിലിയിലോട്ട് തന്നെ കൊണ്ടുവന്നാലോ. കാരണം കലച്ചേച്ചിനെ ആണെന്നുണ്ടെങ്കിലും നന്ദുചേട്ടനെ ആണെങ്കിലും കുറേയൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ഇനിയും കിട്ടും ഇവരുടെ കയ്യിൽ നിന്ന് എന്നുള്ളത് ഇങ്ങനെ തോന്നിയായിരുന്നു. നമ്മളിപ്പോൾ ഭരതനാട്യം ചെയ്തു, അതിൽ ഹാപ്പിയാണ്. സ്റ്റിൽ ഇവരെ വേറെ വഴിക്കും പരിപാടികളൊക്കെ ചെയ്യാൻ പറ്റുന്ന ആളുകളാണല്ലോ എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ എക്സാമ്പിൾ പറയുമ്പോഴൊക്കെ, വേറൊരു കഥയ്ക്ക് വേണ്ടി എക്സാമ്പിൾ പറയുമ്പോൾ പോലും നമ്മൾ ഇവരെയൊക്കെ കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഡിസ്കഷന് വേണ്ടി മാത്രം എന്നുള്ള പോലെ. ഇപ്പോൾ ചേച്ചിമാർ ആ കഥയിലാണെങ്കിലും ഉണ്ടായിരുന്നത് ഇതുപോലെയായിരുന്നു. അടുപ്പിലൂതുന്ന ഒരമ്മ, അളിയന്മാർ, ചേച്ചിമാർ, പെങ്ങന്മാർ എന്നൊക്കെയുള്ള പോലത്തെ ക്യാരക്ടേഴ്സ് തന്നെയായിരുന്നു. സിമ്പിളാണ് ഈ ഫാമിലി. അതെ, അവരൊക്കെ തന്നെയാണ് ഉണ്ടായിരുന്നത്. നമുക്കപ്പോൾ ഓക്കെ, നമുക്ക് നമ്മുടെ ഫാമിലിനെ തന്നെ ഇതിലോട്ട് നേരെ പ്ലേസ് ചെയ്യാം. അപ്പോൾ പക്ഷേ നമുക്ക് ഒരു കണക്ഷൻ എന്തായാലും കൊണ്ടുവരേണ്ടി വരുമല്ലോ. ഭരതനാട്യത്തിലോട്ടേക്കൊരു കണക്ഷൻ എന്തായാലും കൊണ്ടുവരേണ്ടി വരും. കാരണം ഓൾറെഡി നമ്മളൊരു ഭരതൻ നായർ ഒരു ക്യാരക്ടറുണ്ട്, പുള്ളി അതിൽ മരിച്ചു പോയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ഇട്ടിട്ട് ഇവിടെ ഫ്രഷായിട്ട് തുടങ്ങാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ആ കണ്ടിന്യൂഷനിലോട്ട് കൊണ്ടുപോകാം എന്ന് കരുതിയിട്ടാണ് ഞങ്ങളിലോട്ട് കടന്നത്. അപ്പോൾ ചോദ്യത്തിന് ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് എനിക്ക് വളരെ ഫേവറേറ്റ് ആണെന്നുള്ളതും ഇവരെ വെച്ച് ഞാൻ എന്താലോചിക്കുമ്പോഴും ഇവരൊക്കെ എൻ്റെ മനസ്സിൽ വരാറുണ്ട്. അപ്പോൾ ഇവരെ വെച്ച് വേറൊരു ജോണർ ചെയ്യാനുള്ളൊരു ഹൈൻ്റെ പുറത്താണ് സെക്കൻഡ് പാർട്ടിലോട്ടേക്ക് വന്നത്. ഭരതനാട്യത്തിലാണെങ്കിൽ റൈറ്റിംഗിൽ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. സെക്കൻഡ് പാർട്ട് ചെയ്യുമ്പം കോ റൈറ്റർ ഉണ്ട്. ഏറ്റവും റൈറ്റിംഗ് കുറേ കൂടെ ബെറ്റർ ആയ പോലെ തന്നെയാണ് കാണുന്നത്, നമുക്ക് എല്ലാവർക്കും തോന്നുന്നത്. ഭയങ്കര വർക്കായ പോലെയാണ് തോന്നുന്നത്. അപ്പോൾ ഒരു കോ റൈറ്ററും കൂടെ വരുമ്പോൾ ഒരു ടീം വർക്കാവുന്നത് എങ്ങനെയാണ്? ഭരതനാട്യത്തിൽ ആക്ച്വലി വിഷ്ണു ഞാനും കൂടെ ഇതിന് മുമ്പും, ഭരതനാട്യത്തിന് മുമ്പും സ്ക്രിപ്റ്റുകൾ ഒരുമിച്ച് എഴുതിയിട്ടുണ്ട്, ഡിസ്കസ് ചെയ്യാറുണ്ട് എപ്പോഴും. ഒരുവിധം എല്ലാ സബ്ജക്റ്റുകളും ഞങ്ങൾ ഈക്വലി
ഒരുമിച്ച് തന്നെയാണ് പോകാറുണ്ടായിരുന്നത്. ഭരതനാട്യം നമ്മൾ ലോക്ക്ഡൗൺ ടൈമിൽ ഇരുന്ന് എഴുതി എന്നുള്ളതുകൊണ്ട് മാത്രം അത് അവൻ ആ സിനിമയിൽ ഇല്ലാതായി പോയത്. അവൻ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടുണ്ടായിരുന്നു, സ്ക്രിപ്റ്റ് ഇല്ലാതായി പോയത് അതുകൊണ്ടായിരുന്നു. പിന്നെ തിരിച്ച് വീണ്ടും അത് എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു, ഇത് കഴിഞ്ഞാൽ അടുത്ത പരിപാടി ഏത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും വിഷ്ണു തിരിച്ച് വരണം എന്നുള്ളൊരു പരിപാടി. അതല്ലാന്നുണ്ടെങ്കിൽ ഭരതനാട്യത്തിലും വിഷ്ണു ഉണ്ടായേനെ. അപ്പോൾ മോഹിനിയാട്ടത്തിലോട്ടേക്ക് ഇതുപോലെ ഒരു കോള് വന്നു, അടുത്ത പരിപാടി പിടിക്കാൻ റെഡിയാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചിലപ്പോൾ വിഷ്ണു കൂടി ഉണ്ടാവും, ഞാൻ ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിഷ്ണുവിനെ വിളിച്ചതായിരുന്നു. അങ്ങനെ വിഷ്ണു വന്നു. ഞങ്ങൾക്കൊരു റാപ്പുണ്ട്, ഈ പറഞ്ഞൊരു എന്ത് മൂടാണ് എനിക്കും വർക്കാവുക എന്നുള്ളത് അവനറിയാം. അപ്പോൾ ആ ഒരു പരിപാടി കിട്ടുമ്പോൾ ഒന്നുകൂടിയും സ്പീഡപ്പ് ആവാറുണ്ട്. ഞങ്ങളുടെ റൈറ്റിംഗ് ആണെങ്കിൽ പോലും സ്പീഡപ്പ് ആവാറുണ്ട്. പിന്നെ ഇപ്പോൾ എൻ്റെ കംഫർട്ട് സോൺ അല്ലെങ്കിൽ എൻ്റെ ഒരു സേഫ് സോൺ എന്ന് പറയുന്നത് ഡയലോഗ് റൈറ്റിംഗ് ആണ് എന്നുണ്ടെങ്കിൽ, വിഷ്ണുവിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രീൻ പ്ലേ കൂടുതൽ ഗ്രിപ്പിംഗ് ആക്കുന്നതും കാര്യങ്ങളും ആണ് വിഷ്ണുവിൻ്റെ ഇത്. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യാറുള്ളത്. പിന്നെ ഈ ചെറിയ ചെറിയ ഡീറ്റെയിലിംഗ്, അതായത് ഇയാൾ കൊണ്ടുകൊടുക്കുന്ന പ്രഷർ കുക്കറിൽ തന്നെയാണ് ഇത് ചെയ്യുന്നത്. പിന്നെ തേങ്ങയുടെ സാധനം, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യുന്നതും ആദ്യം മുതലേ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ, തേങ്ങയുടെ കാര്യം എന്ന് പറയുമ്പോൾ തേങ്ങ ഭരതനാട്യത്തിൽ ത്രൂ ഔട്ട് ഉണ്ടായിരുന്നൊരു പ്രോപ്പർട്ടി ആയിരുന്നു. ഒരു ഡിസ്കഷൻ സമയത്തൊക്കെ ആദ്യം തേങ്ങ പുതിക്കും, പിന്നെ തേങ്ങ ഉണക്കാൻ വയ്ക്കും, പിന്നെ കൊപ്ര ചിരട്ടേന്ന് വേർതിരിക്കും, കൊപ്ര ഒടിച്ചിടും. അതുപോലെ അതിങ്ങനെ ഓർഡറിലെ ഭരതനായം മരിക്കുന്നതും തേങ്ങയാണ്. അപ്പോൾ അതിലൊരു തേങ്ങ പരിപാടി ഇവർക്ക് ചുറ്റത്തിൽ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ അത് കണ്ടിന്യൂ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നമ്മൾ ഈ മോനീശ്വരിയുടെ കയ്യിലുള്ള തേങ്ങയും കാര്യങ്ങളൊക്കെ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നതാണ്. പക്ഷേ ഈ ഇപ്പോൾ റൈറ്റിങ്സ് ഒക്കെ ഫേസ്ബുക്കിൽ വരുന്നതിൽ മറ്റേ തലയിൽ തേങ്ങ അടിച്ചതിൻ്റെ അപ്പോൾ കർമ്മയാണ് പുള്ളി വീണ് മരിച്ചെന്നുള്ളത് ഞങ്ങളുടെ ലിസ്റ്റിലുള്ളതല്ല. അത് നല്ലൊരു ഒബ്സർവേഷൻ ആയിരുന്നു. അത് ആരാണ് എഴുതിയതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ ആ പോസ്റ്റ് ആദ്യം വന്നപ്പോഴും എനിക്ക് കിട്ടിയിരുന്നത് നല്ലൊരു ഒബ്സർവേഷനായിട്ട് തോന്നി. നമുക്ക് ഭയങ്കരമായിട്ട് കണക്റ്റ് ആവുന്നൊരു പരിപാടിയായിരുന്നത്. പക്ഷെ അത് ഈ കർമ്മൈസ് ബൂമറാങ് എന്നുള്ളത് തേങ്ങ നമ്മൾ കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ പുള്ളി മേലോട്ട് നോക്കി നിന്നപ്പോൾ പുള്ളി ഇതൊക്കെയായിരുന്നു ചിന്തിച്ചെടുത്തത്. ആളുകളെ തലയിൽ തേങ്ങ അടിച്ചിട്ടാണല്ലോ ഞാൻ, അങ്ങനത്തെ ഒരു ഇത് നമുക്ക് ഉണ്ടായിരുന്നില്ല. ആ കണക്ഷൻ എന്തായാലും നന്നായി ഉണ്ടായിരുന്നു. ആ എഴുത്ത് അത് നമ്മൾ ലിസ്റ്റിൽ പെടുന്നല്ലത്. ഈ മോഹിനിയാട്ടത്തിൻ്റെ ഏറ്റവും സ്ട്രോങ് ഏരിയ എന്ന് പറയുന്നത് ഡയലോഗ്സിൽ കൂടെ വർക്കായിട്ടുള്ള കോമഡിയാണ്. നമ്മൾ റീസെൻ്റായിട്ട് അങ്ങനെ സിനിമകളെല്ലാം അത് കുറച്ച് മിനിമലാക്കി പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലോ. ഡയലോഗ്സ് മിനിമലായി പോകുന്നതെന്ന് പറയുന്നതാണല്ലോ. ഇപ്പോൾ ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഡയലോഗ് റൈറ്റിംഗ് എൻ്റെ ഒരു സ്ട്രോങ് ഏരിയ ആയിട്ടാണ് എനിക്ക് തന്നെ തോന്നുന്നതെന്ന് പറഞ്ഞത്. അപ്പം ഡയലോഗ്സിൽ കൂടെ തന്നെ ആ കോമഡി വർക്ക് ആവുമെന്ന് എഴുതി തന്നെ തോന്നാനുള്ളൊരു കോൺഫിഡൻസ് എന്തായിരുന്നു? അല്ല, അത് നമുക്ക് വർക്കാവുകയാണെങ്കിൽ അങ്ങനെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. കംപ്ലീറ്റ്ലി ഇതെല്ലാം ഓഡിയൻസിന് ഇതെല്ലാം കിട്ടും എന്നുള്ള ഇതിലൊന്നുമല്ല. സ്റ്റിൽ ഈവൻ ഇപ്പോൾ ഇത് ഭരതനാട്യത്തിനാണെങ്കിൽ പോലും നമ്മുടെ ഡയലോഗ്സൊക്കെ അത്യാവശ്യം OTT റിലീസിന് ശേഷം അത്യാവശ്യം ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മേലെ ചർച്ചയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പ്രത്യേകിച്ച് സ്വാതിയൊക്കെ പറയുന്നൊരു ഡയലോഗ് ഉണ്ടായിരുന്നു, നിനക്ക് നിൻ്റെ കാര്യം മാത്രം നോക്കുന്നുണ്ട് ഒരു കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾക്ക് നാട്ടുകാരുടെ കാര്യം നോക്കണം എന്നുള്ളതുകൊണ്ടൊക്കെ. അത് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്, നമ്മളത് ഉദ്ദേശിച്ച് എറിഞ്ഞിട്ടുള്ളത് തന്നെയായിരുന്നു. അപ്പോൾ അത് കറക്റ്റായിട്ട് ആളുകൾക്ക് കിട്ടി. നമ്മളവിടെ ഉദ്ദേശിച്ച പല സാധനങ്ങളും കറക്റ്റായിട്ട് ആളുകൾക്ക് കിട്ടിയപ്പോൾ മോഹിനിയാട്ടത്തിനിപ്പോൾ OTTയിലപ്പോൾ സ്വീകാര്യത കിട്ടും എന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. തിയേറ്ററിൽ എന്താവുന്നുള്ളത് അറിയില്ല. OTT ഒക്കെ നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളത് അപ്പോഴും കിട്ടുമായിരുന്നു. തിയേറ്ററിലെ കാര്യം മാത്രം നമ്മൾ നോക്കി ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കതുപോലെ ഈ പറഞ്ഞ മാതിരി ഫസ്റ്റ് ടൈം തന്നെ കിട്ടുന്നതിനേക്കാളും സെക്കൻഡ് ടൈമിലൊക്കെ കാണുമ്പോൾ കിട്ടുന്ന തമാശകൾ, അങ്ങനെയൊക്കെ ഡയലോഗ്സ് എഴുതാനും ഒന്നാലോചിച്ചാൽ കിട്ടുന്ന പോലത്തെ പരിപാടികൾ എഴുതാനും കുറച്ച് ഇഷ്ടം കൂടുതലുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് OTTയിൽ. ഇതൊന്നും പ്രൊഡക്ഷന് ഇതായിരിക്കില്ല. പോടാണ് OTTയിൽ രണ്ടാമത് കാണുമ്പോൾ ചിരിക്കാനല്ല, അത് ആദ്യം ഒരു വട്ടം കാണുമ്പോൾ ചിരിക്കണം എന്നുള്ളതുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈവൻ ഇപ്പോൾ റെഫറൻസുകൾ വന്നതാണെങ്കിൽ പോലും എനിക്ക് പൊതുവെ റെഫറൻസുകൾ ഉപയോഗിക്കുന്ന അത്ര അധികം വലിയ താല്പര്യമുള്ളതല്ല. ഞാനത് വിഷ്ണുവിൻ്റെ അടുത്ത് പറയാറുന്നത്. ഐ മീൻ മോനോട്ടൊക്കെ എഴുതുന്നതിന് മുമ്പുള്ള കാര്യങ്ങളിൽ പറയുമ്പോഴൊക്കെ റെഫറൻസുകൾ എന്ന് പറയുമ്പോൾ അതിലൊരു ഐഡൻറ്റിറ്റി ഇല്ലായ്മ ഉള്ള ഒരു സംഭവമാണല്ലോ. കാരണം വേറെ ഒറിജിനൽ കണ്ടന്റ് അല്ല അത്. വേറെ ആളുകൾ അത് ചെയ്ത് വിജയിപ്പിച്ചിട്ടുള്ള സാധനമാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള തരത്തിൽ. അത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ശ്രദ്ധിക്കപ്പെട്ടുള്ള സംഭവങ്ങളാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ ഒരു കൈയടി കിട്ടിയാലും അതിന് പകുതി കൈയടി അങ്ങോട്ടേക്ക് പോവുക. നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി ഇല്ലായ്മ അതിലുള്ളതാണെന്നൊക്കെ ഞാൻ വിഷ്ണുവിനടുത്ത് പറയുന്നു. പക്ഷേ ഇവിടെ നമുക്കൊരു ഡു ഓർ ഡൈ ആണ് നമ്മുടെ സിറ്റുവേഷൻ എന്നുള്ളതുകൊണ്ടും എൻ്റെ ഇത് പേഴ്സണൽ ഇഷ്ടം മാറ്റി വെച്ചിട്ട് ഈ പറഞ്ഞ മാതിരി ഒരു ഇൻഫിനിറ്റ് കോമഡി പോയാലേ ചിലപ്പോൾ വർക്കാവുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ പർപ്പസ്ഫുള്ളി റെഫറൻസുകൾ യൂസ് ചെയ്യാം. ഇവിടെ സീനുകൾ ഡ്രൈ ആയി പോകേണ്ട, നമ്മുടെ സീൻ മുന്നോട്ട് പോകുന്നുണ്ടാവും, പക്ഷേ ഓരോ സീനിനും ഒരു ചിരി വേണം എന്ന് കരുതി അപ്പോൾ അങ്ങനെയായിരുന്നു റെഫറൻസുകൾ യൂസ് ചെയ്യാമെന്നുള്ളതുണ്ടായിരുന്നത്. അപ്പോഴും
ഉണ്ടായിരുന്ന ചിന്ത നമ്മൾ റെഫറൻസ് വെക്കുമ്പോൾ ഒരു തരത്തിൽ മുഴച്ച് നിൽക്കരുത്, സിനിമയുടെ ഡയലോഗായിട്ട് തന്നെ പോകണം, ഒന്ന് ആലോചിക്കുമ്പോൾ കിട്ടിയാൽ മതി അത് റെഫറൻസ് ആണെന്നുള്ളത്, അതല്ലെങ്കിൽ ടൂളായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഏഴാം അറിവാണെങ്കിലും വേഷമാണെങ്കിൽ നമ്മളിപ്പോൾ ആ സീൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അതിൽ സുഭാഷ് എന്നുള്ളൊരു സംഭവം വരുമ്പോൾ അഭിരാമേട്ടൻ്റെ സുഭാഷാണ് ഒജി സുഭാഷ് എന്ന് കാണിക്കാനായിരുന്നു നമ്മൾ ആ സീൻ അങ്ങനെ, അപ്പോൾ അതങ്ങനെ ടൂളായിട്ട് യൂസ് ചെയ്തായിരുന്നു. മറ്റേ വേഷത്തിൽ ഡയലോഗ് ആണെങ്കിൽ പോലും അവിടെ നമ്മൾ ആദ്യം ഡയലോഗ് എഴുതാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. എന്നുവെച്ചാൽ പാർത്ഥൻ മുന്നിൽ നിൽക്കുന്നുണ്ട്, പാർത്ഥൻ്റെ അടുത്ത് പുള്ളിക്കൊന്നും മനസ്സിലാവാത്ത തരത്തിൽ ഇങ്ങനെ എന്താണ്ടൊക്കെ പിച്ചും പേയും പറഞ്ഞിട്ട് അങ്ങ് ഔട്ട് സ്മാർട്ട് ചെയ്ത് പോവുക എന്നുള്ളതായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോഴാണ് അവിടെ എഴുതിക്കൊണ്ടിരുന്നപ്പോഴായിരുന്നു ഇതിൻ്റെ കാര്യം ഓർമ്മ വന്നത്, ഈ ഡയലോഗിൻ്റെ കാര്യം ഓർമ്മ വന്നതും അതവിടെ പ്ലേസ് ചെയ്തതായിരുന്നു. അപ്പോൾ അങ്ങനെ ടൂളായിട്ടും യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വർക്കൗട്ട് ആവാതെ പോകരുത്, നമുക്കൊരു സീൻ ഒന്നുപോലും താഴേക്ക് പോകരുത് എന്നുള്ളതുകൊണ്ട് പർപ്പസ്ഫുള്ളി വെച്ചതായിരുന്നു റെഫറൻസുകൾ. മൊത്തത്തിൽ സ്റ്റോറിയുടെ ഒരു മൊത്തത്തിൽ കണക്ട് ആവുക എന്നുള്ളതിനപ്പുറത്ത് മോഹിനിയാട്ടത്തിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്ത് എല്ലാ സീനിലും എന്തെങ്കിലും ഉണ്ട്. എല്ലാ സീനിലും ഇപ്പം ആളുകൾ ചെറിയ കാര്യങ്ങൾ എടുത്തിട്ട് വരട്ടെ ഇത് ഇന്ന റെഫറൻസ് ആണെന്ന് പറയുന്നുണ്ട്. അതിനപ്പുറം ഓരോ സീനും ഭംഗിയാക്കാൻ ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് നടന്നുണ്ട്. അത് റൈറ്റിംഗിൽ അങ്ങനെ തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത് മൊത്തം കഥ വർക്കാവുന്നതിനപ്പുറത്തേക്ക് ഓരോ സീനും എൻഗേജ് ആവണം എന്നുള്ളൊരു പർപ്പസ് പരിപാടി ഉണ്ടായിരുന്നു. റെഫറൻസുകൾ പറ്റി OTT-യിൽ വന്നതിന് ശേഷമുള്ള സംസാരങ്ങൾ കാണുന്നുണ്ടോ? എന്താ തോന്നുന്നു? കാണുന്നുണ്ട്. അത് കുറേയൊക്കെ നമ്മുടെ റെഫറൻസുകളുണ്ട്, കുറേയൊന്നും നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല. മത്സരം പോലെ ആളുകൾ എടുത്ത് കമൻറ്റ് ബോക്സിൽ നമ്മൾ ഞാനും ഒരെണ്ണം കണ്ടുപിടിച്ചേക്കാം എന്നൊരു രീതിയിലൊക്കെ പോയിട്ട് അതൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. ഇപ്പോൾ റെഫറൻസുകൾ എഴുതിയ സമയത്ത് തന്നെ നമ്മൾ വെച്ച കാര്യം പറഞ്ഞു. ഇപ്പോൾ ഒരു പരിധി കഴിഞ്ഞ് തിയേറ്ററിൽ ഇപ്പം സെക്കൻഡ് ബാച്ചും തേർഡ് ബാച്ചൊക്കെ ആളുകൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ആ സമയത്ത് റെഫറൻസുകൾ ഒരുപാട് കണ്ടുപിടിക്കുന്നു. OTT ഇറങ്ങിയ സമയത്ത് മോഹിനിയാട്ടത്തിലെ റെഫറൻസ് കണ്ടുപിടിക്കുക എന്ന് പറയുന്ന ഒരു ട്രെൻഡായി മാറിയിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മൾ വിചാരിക്കാത്ത റെഫറൻസുകൾ ആളുകൾ കണ്ടുപിടിച്ചതായിട്ടുണ്ട്. നമ്മൾ വിചാരിക്കാതെ ആളുകൾ കണ്ടുപിടിച്ചത് ഒന്ന് ആറാം തമ്പുരാൻ കീരിക്കാടൻ ജോസ് ആണെന്ന് പറഞ്ഞു വന്നിരുന്നു ബേബീനെ. അതായത് ഇൻ്റർവൽ സമയത്ത് അവൻ കയറി വരുന്നത് മഴയത്താണെങ്കിൽ അത് മഴയത്തായിരുന്നു നമ്മുടെ ആക്ച്വൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് രാജമാണിക്കാണെന്നൊരു സെറ്റ് ഓഫ് ആളുകൾ പറയുന്നുണ്ടായിരുന്നു. വേറൊരു സെറ്റ് ഓഫ് ആളുകൾ അത് സാറ്റ കളിക്കാൻ ഞാനും കൂടാം എന്നുള്ള ഡയലോഗ് വെച്ചിട്ട് അത് ആറാം തമ്പുരാന്നാന്ന് പറയുന്നുണ്ടായിരുന്നു. രണ്ടുമല്ല, അത് ബേബി വന്നങ്ങ് വിളിച്ചു പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ അവഞ്ചേഴ്സിൻ്റെ എന്തോ പരിപാടി പറയുന്നുണ്ടായിരുന്നു. ഗോവിന്ദരാജനാണ് മുട്ടുകുത്തിച്ച് ഇവർ തല പിടിച്ച് കൊള്ളുന്ന അതിൻ്റെ എന്തൊരു സ്റ്റില്ല് വെച്ചിട്ട് അത് പറയുന്നുണ്ട്. പിന്നെ ഞാൻ പോലും കേൾക്കാത്ത ഒരു ഇംഗ്ലീഷ് പടം, ഞാൻ ഇംഗ്ലീഷ് പടങ്ങൾ കാണുന്നത് വളരെ വളരെ കുറവാണ്. ഈ ഹൈറ്റിൽ വൈഷ്ണവ് എന്ന ആർട്ടിസ്റ്റിൻ്റെ പേര് വളരണാന്ന് ചോദിക്കുന്നുണ്ടല്ലോ, അത് ഏതൊരു വലിയൊരു ഇംഗ്ലീഷ് പടമാണ്. എനിക്ക് അതിൻ്റെ പേര് ഇപ്പോഴും അറിയില്ല, ഞാനത് വായിച്ചിട്ടുണ്ടെന്നുള്ള പോസ്റ്റ്. അത് ആ കുട്ടിക്കാലത്തെ ഏതൊരു പടമാണ്, അത് ഓർമ്മിപ്പിക്കാനാണ് ഇത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കണ്ടു. പിന്നെ ഈ ബമ്പാട്ട് ഹുടുഗി എന്ന് പറഞ്ഞ് ബമ്പാട്ട് ഹുടുഗി എന്ന് പറഞ്ഞ അർത്ഥം ധീരവനിത എന്നാണെന്നുള്ളതും ഹർത്താൽ ദിനത്തിൽ മറ്റെല്ലാവരും ഇറങ്ങാതിരുന്നപ്പോൾ ലേഡി ഇറങ്ങി തിരിച്ചു. അപ്പോൾ അതാ പെൺകരുത്തിൻ്റെ അടയാളമാണ് ആ പേര് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആക്ച്വലി അത് ഞങ്ങൾ ഷൂട്ട് കഴിഞ്ഞ് വീട്ടിലോട്ട് പോകുമ്പോൾ പ്രൊഡക്ഷൻ ഹൗസിലോട്ട് പോകുന്ന സമയത്ത് ഞങ്ങളുടെ വണ്ടിയുടെ മുന്നിൽ കണ്ടൊരു പെറ്റോട്ടൻ്റെ പേരാണ് ബമ്പാട്ട് കുടുങ്ങി എന്നുള്ളത്. രസമുണ്ടല്ലോ തോന്നി, ആ ഫോണ്ടും രസമുണ്ട്. അപ്പോൾ നമുക്കതിൽ റിവേഴ്സ് എടുത്ത് വരുന്ന ഷോട്ടും ഉള്ളതാണ്. അപ്പോൾ നമ്മൾ ആർട്ടുകാരോട് പറഞ്ഞിട്ട് ആ ഒരു പേര് നമ്മൾ കൊണ്ടൊട്ടിച്ചു. പിന്നെ സ്ഥിരമായിട്ട് ഓട്ടോ ഡ്രൈവേഴ്സായിട്ട് ആണുങ്ങൾ കാണുമ്പോൾ നമുക്കത് ഒരു ലേഡി ആക്കിയാൽ രസമാവുമല്ലോ എന്നും തോന്നിയിട്ട് അങ്ങനെയാണ് ലേഡീനെ നമ്മൾ കാസ്റ്റ് ചെയ്തതും ഈ പേരിട്ടതും. നമ്മൾ പ്രതീക്ഷിക്കാത്ത സാധനങ്ങൾ ആളുകൾ കണ്ടുപിടിച്ച്. അതെ അതെ അതെ. നമ്മൾ റെഫറൻസ് സിനിമയിൽ യൂസ് ചെയ്ത കാര്യം പറഞ്ഞാൽ തന്നെ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഒരു വലിയ റെഫറൻസ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. സൂപ്പർ സ്റ്റാർ രജനീനെ മാറ്റി സൈജു കുറുപ്പ് 150 ആക്കിയിട്ടുണ്ട്. സൈജു കുറുപ്പിന്റെ 150ാമത്തെ സിനിമ എന്നുള്ളതും ഈ റെഫറൻസ് യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെ എങ്ങനെയായിരുന്നു പ്ലാൻ? അത് ആക്ച്വലി സൈജുവിൻ്റെ 150 ഫിലിമാണ് എന്നുള്ളത് അറിയാം. നമുക്കത് ഇതല്ലാതെ വേറൊരു ഐഡിയ ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അത് പക്ഷെ നമുക്ക് ഷൂട്ട് ചെയ്തിട്ട് കാണിക്കേണ്ട കാര്യമായിരുന്നു. അപ്പോൾ നമുക്കിത് ലാസ്റ്റ് ടൈമിലോട്ടാണ് അതിലോട്ടൊക്കെ എത്തുന്നത്. അപ്പോൾ ആ ടൈമിലാകുമ്പോൾ സൈജുവേട്ടനും ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലാണ്, അവൈലബിൾ ആവാൻ പുള്ളിക്കും പറ്റുന്നില്ല. പിന്നെ നമുക്ക് ടൈം കൺസേൺ ഉണ്ടായിരുന്നു, നമുക്ക് 2:25 വിട്ട് പോകണ്ട എന്നുള്ളത് നമ്മൾ ആ ഡ്യൂറേഷൻ ലോക്ക് ചെയ്തിട്ടാണ് പരിപാടികളൊക്കെ ചെയ്യുന്നത്. ഈവൻ താങ്ക്സ് കാർഡ് വിട്ട് നോക്കിയാൽ കാണാം സ്പീഡിലാണ് പോകുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് ഇത്ര സെക്കൻഡേ ഉള്ളൂ. നമ്മൾ ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിച്ച സാധനമാണെങ്കിൽ പോലും അത് ഔട്ട് വന്നു കഴിഞ്ഞാൽ ഇതിനേക്കാൾ ടൈം പോവുകയും ചെയ്യും. അപ്പോൾ ലിമിറ്റഡ് ടൈമിൽ എന്തെങ്കിലും ചെയ്യും വേണം. അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചിരുന്ന ഒരു ഫണ്ണായിട്ടുള്ളൊരു സാധനമായിരുന്നു. അപ്പോൾ അത് പോയി. അപ്പോൾ ഈ ഒരു ചെറിയ കുറച്ച് സെക്കൻഡുകൾ മാത്രമേ കയ്യിലുള്ളത്, അതിൽ ആളുകളെ ഇന്നാക്കും വേണം, ചെറിയൊരു ചിരി അവർക്ക് കിട്ടും വേണം. അപ്പോൾ അതിലെന്ത് ചെയ്യാം എന്നുള്ളതായിരുന്നു പിന്നത്തെ ചിന്ത. ലാസ്റ്റ് ടൈം വർക്ക്, അത് ഏറ്റവും ലാസ്റ്റ് ചെയ്തിട്ടുള്ളത്.
അപ്പോഴാണ് തോന്നിയത്. അപ്പോൾ സൈജു ചേട്ടനായതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. സൂപ്പർ സ്റ്റാർ രജനിക്ക് പകരം സൈജു ചേട്ടൻ്റെ പേര് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ ആ സ്പിരിറ്റിൽ എടുത്തോളും. ഈ പറയുന്നത് സൈജു ചേട്ടന് ടെൻഷനൊക്കെ ഉണ്ടായി. സൈജു ചേട്ടന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ഞങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഫൈനൽ മിക്സിൻ്റെ സ്റ്റുഡിയോൻ്റെ മുന്നിൽ വെച്ചിട്ട് നമ്മളൊരു ഫോട്ടോ എടുത്തപ്പോഴാണ് പുള്ളി അറിഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ പുള്ളിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നില്ല. രജനീകാന്താണ് അവരുടെ ഫാൻസൊക്കെ ഇത് കണ്ട് കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്നെങ്ങാനും വല്ലതും കിട്ടുമെന്നുള്ളത്. അപ്പോൾ അത് ഇല്ല ചേട്ടാ, അത് കുഴപ്പമില്ല, അതൊക്കെ ആ ഒരു സ്പിരിറ്റിൽ എടുത്തോളും എന്നുള്ളതുകൊണ്ട് നമ്മുടെ ആൾക്കാരാണെങ്കിൽ അതാണ് സൈജു ചേട്ടനായതിൻ്റെ കുറച്ച് ലൈസൻസ് ഉണ്ട്. അത് ആളുകൾ ആ ഒരു ചിരിയിലാണ് എടുക്കും എന്നുണ്ട്. അപ്പം അങ്ങനെയായിരുന്നു അതിലോട്ടേക്ക് കടന്നത് സൈജു കുറുപ്പ് 150 എന്നുള്ളൊരു സംഭവത്തിലോട്ട്. ഭരതനാട്യത്തിൻ്റെ കാര്യം എടുത്താൽ അത് കുറേ കൂടെ ഹീറോയുടെ കഥ തന്നെയാണ്. സൈജു കുറുപ്പിൻ്റെ ക്യാരക്ടറിന് അച്ഛൻ ഇങ്ങനെ ഒരു ബാധ്യത കൊടുക്കുന്നു, പുള്ളി അത് ഡീൽ ചെയ്യേണ്ടി വരുന്നു. മോഹിനിയാട്ടത്തിലേക്ക് വരുമ്പോൾ കുറേ കൂടി ഇത് എല്ലാവരും കൂടെ ഒരു ടീം പ്ലേ ആണ്. അതിനകത്ത് തന്നെ ഒരു പ്രധാനപ്പെട്ട കോൺഫ്ലിക്റ്റ് നടക്കുന്ന സമയത്ത് ഹീറോ അവിടെ ഇല്ല. അപ്പൊ അത് എഴുതുന്ന സമയത്ത് ഒരു റിസ്ക് ഉണ്ടായിരുന്നു. പ്രൊഡ്യൂസറും കൂടെ ഹീറോ പ്രധാന സൈജുവിന്റെ ഭാഗത്ത് അങ്ങനത്തെ എനിക്കിവിടെ ഡയലോഗ് കൂടുതൽ വേണമെന്നോ അല്ലെങ്കിൽ ആ സീനിൽ ഞാൻ വേണ്ടേ അത്തരത്തിലുള്ള ഒരു ചോദ്യം പുള്ളി പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ പുള്ളി ഒന്നും ഇടപെടാറില്ല. അതൊരു കാര്യം. പിന്നെ സൈജുവിന് അങ്ങനെ ആവശ്യമില്ല, നമ്മളെ ട്രസ്റ്റ് ചെയ്തിട്ട് നിൽക്കുക എന്നുള്ളൊരു സംഭവമുള്ളൂ. അല്ലാതെ ഇപ്പോൾ സീനിൽ ആര് സ്കോർ ചെയ്യുന്നുള്ളത് പുള്ളിയുടെ മാറ്ററേ അല്ല. പുള്ളിക്ക് ടോട്ടാലിറ്റിയിൽ പടം വർക്കാവണം. അതിനിപ്പോൾ ഞാൻ മിണ്ടാതൊരു മൂലയ്ക്ക് ഇരിക്കുകയാണെങ്കിലും ഓക്കെയാണ് സൈജുട്ടൻ. അങ്ങനത്തെ ഇതില്ല. പുള്ളിയെ ആ സമയത്ത് മാറ്റി നിർത്താം, പുള്ളി ഈ സമയത്ത് വേണ്ട എന്നുള്ളൊരു തീരുമാനം എന്തുകൊണ്ടായിരുന്നു? അത് ആക്ച്വലി അത് കഴിഞ്ഞാലുള്ള സീൻ വർക്കാവാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നെ മറ്റേ ആൾ കൂടിയ പാമ്പ് ചാവില്ല എന്ന് പറയുമ്പോൾ പാമ്പ് ചത്തുമോനെ എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടാകുന്നൊരു ഹ്യൂമർ ഉണ്ടല്ലോ. അതായത് പുറത്തുനിന്നല്ല ഈ സംഭവം അറിയാത്തൊരാളത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ചിരി ഉണ്ടാവും ഓഡിയൻസിന്. അപ്പോൾ അത് നമുക്കിത് എന്തായാലും പുറത്തുള്ള വേറെ ആരുടെ അടുത്ത് നമുക്കിത് പറയാൻ പറ്റില്ല. അപ്പോൾ വീട്ടിലൊരാളോട് തന്നെ ഇത് പറയണം. അപ്പോൾ പിന്നെ നമുക്ക് ഹീറോനെ തന്നെ മാറ്റാം, ഹീറോ ഇത് അറിയട്ടെ രണ്ടാമത് എന്നുള്ളത് അങ്ങനെ ഒരു തോട്ട് വന്നായിരുന്നു. ആ രണ്ടാമത്തെ സീൻ മരണം കഴിഞ്ഞിട്ടുള്ള സീൻ വർക്കാവാൻ വേണ്ടിയിട്ടായിരുന്നു ഇവിടെ നമ്മൾ സൈജുവേട്ടനെ മാറ്റിയത്. ആദ്യം എഴുത്തിൽ സൈജുവേട്ടനുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞാൽ ഇത് ആരെങ്കിലോട് ഇതൊന്നും പറയുമ്പോൾ കിട്ടുന്നൊരു ചിരി ഉണ്ടല്ലോ, അത് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു പിന്നെ നമ്മൾ സൈജുവേട്ടനെ. അപ്പോൾ പിന്നെ ഓക്കെ എന്നത് അങ്ങനെയൊന്നും ഡേ ടൈമിലോട്ടേക്ക് ഇത് മാറ്റിയത്. ഒരു ഏർലി മോർണിംഗ് ഇപ്പോൾ പുള്ളി നടക്കാനൊക്കെ ഇറങ്ങുന്ന സമയത്താണല്ലോ ഇത് വരുന്നത്. ഇതെന്ന് പറയുമ്പോൾ പുള്ളി വളരെ പ്ലസൻ്റായിട്ട് അമ്പലത്തിൽ നിന്നൊക്കെ തൊഴുത് പാൽ പാക്കറ്റൊക്കെ ആയിട്ട് വരിക എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒരു ഡേ തുടങ്ങുന്നത് അങ്ങനെയാണ് എന്ന് പറയുന്നത്. അപ്പം അത്രയും ഫ്രഷ് ആയിട്ടാണ് പുള്ളി വരുന്നത്. വളരെ ഹാപ്പി ആയിട്ട് വന്ന് നിൽക്കുന്ന ഒരാൾ ഇത് കേട്ട് കഴിഞ്ഞാലുള്ളൊരു അവസ്ഥ. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൈജുവേട്ടനെ മാറ്റിയത്. ഇതിനകത്ത് നമ്മൾ ഓരോ സീൻ എടുത്ത് നോക്കിയാൽ വളരെ കുറച്ച് ലൊക്കേഷൻസ് ഉള്ളൂ. എൻ്റെ വീട് അങ്ങനെ അത്രേ ഉള്ളൂ. അപ്പോൾ ഒരു പ്രൊഡക്ഷൻ ഫ്രണ്ട്ലി ആയിട്ട് എഴുതുക എന്ന് പറയുന്ന ഒരു സാധനം മനസ്സിൽ വെച്ചിട്ട് എഴുതിയതാണോ, അല്ലെങ്കിൽ നമുക്ക് ലിമിറ്റഡ് സോഴ്സേ ഉള്ളൂ, ആ ലിമിറ്റഡ് സോഴ്സിൽ നിന്ന് എങ്ങനെ അടിപൊളിയാക്കാം? കൊലപാതകം നടത്താൻ നമുക്കൊരു അടുക്കളയും ഒരു ഡൈനിങ് ഏരിയയും ഉള്ളൂ, അവിടെ നിന്നുകൊണ്ട് എങ്ങനെ അടിപൊളിയാക്കാം? പാട്ട് വയ്ക്കുന്നു, കുട്ടി വരുന്നു. അപ്പം അത് എങ്ങനെയാ? രണ്ടും ഉണ്ട്. കാരണം നമുക്ക് ഒരു പരിധിക്കപ്പുറം ബഡ്ജറ്റ് പോയാൽ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്നോളണമെന്നില്ല. നമ്മുടെ ഈ പറഞ്ഞ മാതിരി ഒരു ഫസ്റ്റ് പാർട്ട് ഫ്ലോപ്പ് ആയിട്ടുള്ള സിനിമയുടെ സെക്കൻഡ് പാർട്ടാണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ടും വലിയ റിസ്ക്കാണ്. നമുക്ക് ഇതിനെക്കുറിച്ചൊരു ബോധ്യം ഉണ്ടാവും വേണം. നമുക്ക് ലാവിഷായിട്ട് അങ്ങനെ ചിന്തിച്ചെഴുതുക എന്നുള്ളത് അത് ഒരു വശം. രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഭരതനാട്യത്തിലുള്ളൊരു ഒരു ടെംപ്ലേറ്റ് ഉണ്ടല്ലോ. ഒരു വീട് എത്തി നോക്കാൻ ഒരുത്തനുണ്ടാവും, ഇവർ വീടിൻ്റെ അകത്തൊരു സംഭവം ഹൈഡ് ചെയ്യുന്നുണ്ടാവും, എത്തി നോക്കുന്നതിനകത്ത് കയറ്റുന്നില്ല. അതിൻ്റെ വേറൊരു വെർഷൻ ചെയ്യുക എന്നുള്ളതും ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഭരതനാട്യത്തിന് സീക്വൽ കൂടി ആണ് എന്നുള്ളതുകൊണ്ട് കൂടിയാണ് നമ്മൾ സ്റ്റിൽ ഭരതനാട്യത്തിലും കുറച്ചുകൂടി ലൊക്കേഷൻസ് ഇതിനകത്തുണ്ട്. പക്ഷെ എന്നാലും കൂടുതലും ഈ വീട് ഒരുത്തൻ അകത്ത് കയറാൻ നോക്കുന്നു, അത് ബ്ലോക്ക് ചെയ്യുക എന്നുള്ളത് ആ ഒരു റൂട്ടിൽ തന്നെ കിടന്ന് തിരിഞ്ഞു പോവാം. അതാണ് ഭരതനാട്യത്തിൻ്റെ ഒരു അതിൻ്റെ ഒരു ഫ്രാഞ്ചൈസി ആയിട്ട് വരുന്നു എന്നുള്ളതുകൊണ്ട് അതാണ് അതിൻ്റെ ഒരു ടെംപ്ലേറ്റ് എന്നുള്ളൊരു രീതിക്കാണ് നമ്മൾ പോയത്. അപ്പുറത്തെ വീടും ഇപ്പുറത്തെ വീടും അതങ്ങനെ തന്നെയായിരുന്നു ആദ്യം മുതലേ മനസ്സിലുണ്ടായിരുന്നത്. തൊട്ടടുത്ത് ഇങ്ങനെ തന്നെ ബേബിജിന്റെ വീട് അടുത്ത് തന്നെ ആയിരിക്കണം, ഓപ്പോസിറ്റ് ആയിരിക്കണം എന്നുള്ളത് സംഭവം. എന്നുവെച്ചാൽ ആദ്യം തന്നെ പറഞ്ഞ് ഇനീഷ്യൽ ഡ്രാഫ്റ്റിൽ അങ്ങനെ ആയിരുന്നില്ല. ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ഇവർ കൂടുതൽ നമുക്കൊന്ന് ടൈറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ തൊട്ട് മുന്നിൽ തന്നെ വേണമെന്ന് തോന്നിയപ്പോഴായിരുന്നു അങ്ങനെ ആക്കിയത്. ഇപ്പം നമ്മൾ റൈറ്റിങ്ങിന്റെ കാര്യം ഇത്രയും സംസാരിച്ചത്, മോഹിനിയാട്ടം എടുത്താൽ ഇതിന്റെ ഒരു സീൻ എഴുതുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷം തോന്നുമല്ലോ. ഇതിന്റെ ഒരു റൈറ്റിംഗ് പ്രോസസ് ആയിരുന്നോ, അതോ പിന്നെ ആക്ടേഴ്സ് വന്നിട്ട് നമ്മൾ എഴുതി വെച്ച ഡയലോഗ്സ് ഈ ആക്ടേഴ്സ് വരുന്നു, ഇവരുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടാവുന്നു, ഈ രണ്ട് പ്രോസസ്സ് കമ്പയർ ചെയ്ത് ഏത് പ്രോസസ്സായിരിക്കും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? റൈറ്റിംഗ് ആയിരിക്കുമല്ലോ എപ്പോഴും ഫസ്റ്റ്. കാരണം നമ്മൾ അവിടെ ഈവൻ ഇപ്പോൾ ഇവരുടെ ഒപ്പം നമ്മൾ ഭരതനാട്യം വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഇവരുടെ ഏതാണ്ട് മീറ്ററൊക്കെ നമുക്ക് അറിയാം. അതിനേക്കാൾ മേലേക്ക് തരും. പ്രത്യേകിച്ച് ഇപ്പോൾ കലചേച്ചി പോലുള്ള ആർട്ടിസ്റ്റൊക്കെ നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് തരുന്ന ആളുകളാണ്. സ്റ്റിൽ നമുക്ക് നല്ല ഇവരെ മനസ്സിൽ കണ്ട് എഴുതാൻ നമുക്ക് മോഹിനിയാട്ടത്തിൽ പറ്റുമായിരുന്നു. ഭരതനാട്യത്തിന് അത് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൽ ഇവരെ തന്നെ മനസ്സിൽ കണ്ട് എഴുതുകൊണ്ട് ഇവരുടെ ഒരു മീറ്റർ ഇങ്ങനെയാണ് വരിക എന്നുള്ളതുകൊണ്ട് നമ്മൾ ഓൾറെഡി ഈ ചിരി എഴുത്തിൽ തന്നെ ചിരിച്ചിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ പെർഫോമൻസ് കാണുമ്പോൾ ഉണ്ടാകുന്ന വേറൊരു ചിരി എന്നുള്ളത് എൻജോയ് ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് അതാണല്ലോ ഫസ്റ്റ് ടൈമിൽ നമ്മൾ
കിട്ടുന്നത് അതാണല്ലോ, റൈറ്റിംഗ് തന്നെയാണ്. മ്യൂസിക്കിന്റെ കാര്യം ഭയങ്കര എടുത്തു പറയേണ്ട കാര്യമായിട്ട് തോന്നി. ഭരതനാട്യത്തിൽ നിന്ന് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള മ്യൂസിക് പരിപാടിയാണ്. അതിനകത്ത് ലിറിക്സ് ആണെങ്കിൽ പോലും നമ്മൾ എല്ലാ പാട്ടിനെയും ലിറിക്സ് ഒരു ഡിഫറെന്റ് ലിറിക്സ് ആണ്. ലിറിക്സിൽ നമ്മൾ റെഫറൻസ് കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം എൻ്റെ അമ്മയുടെ വീടിന്റെ അടുത്ത് വീട്, അതൊന്നും റെഫറൻസ് എന്നുള്ള ചിന്ത പോലെ ഉണ്ടായിട്ടില്ല. അത് മുത്തുമാണ്, മുത്തും കിളിയും ആണ്. കിളിന് മ്യൂസിക് ചെയ്തിട്ടുള്ളത്, മുത്തായിരുന്നു ലിറിക്സ്. ഞാനും കൂടെ പോയിരിക്കും എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ബ്ലോക്ക് ആയി നിൽക്കുന്ന നേരത്ത് എന്തെങ്കിലും ഇട്ട് കൊടുക്കാൻ വേണ്ടി മാത്രമല്ല. എൻ്റെ ലിറിക്സിൽ നമുക്ക് വേറെ റോളൊന്നുമില്ല. അത് അവർ തമ്മിൽ ഉള്ള റാപ്പ് പോലെ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ള നമ്മൾ അവർ റെഫറൻസ് വെക്കാമെന്നുള്ള ഉദ്ദേശം അല്ല. ഇതിലിപ്പോൾ സുഭാഷ് നമ്മുടെ വീടിൻ്റെ അപ്പുറപ്പുറമാണല്ലോ എന്നൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ എഴുതിയിട്ടുള്ളതാണത്. അതിൻ്റെ റെഫറൻസ് കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശമൊന്നും ഇല്ല. മ്യൂസിക്കിൽ ഇലക്ട്രോണിക്കലിയുടെ ഒരു കോൺട്രിബ്യൂഷൻ ഭീകരമായിരുന്നല്ലോ. കാരണം ഇപ്പോൾ ഇതൊരു തിയേറ്റർ പടമാണ് എന്ന് ആളുകൾ പറയുമ്പോൾ അത് ഈ തമാശകളും എല്ലാം ഉണ്ടെങ്കിൽ പോലും അതിനൊരു സൗണ്ടിങ് എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. കിളിയുടെ സൗണ്ടിങ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സിനിമയെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഫാക്ടറായിരുന്നു കിളിയുടെ മ്യൂസിക് എന്ന് പറയുന്നത്. കിളിയുടെ ഒരു പിന്നെ അവൻ വർക്ക് ചെയ്തിരിക്കുന്നത് ആണെങ്കിൽ പോലും ഭയങ്കര ഡെഡിക്കേറ്റഡാണ്. നമുക്ക് വീണ്ടും വർക്ക് ചെയ്യാൻ തോന്നുന്ന ഭയങ്കര റാപ്പുണ്ട്. എനിക്ക് മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ ടപ്പേന്ന് കിട്ടും കിളിയുടെ അടുത്തുനിന്ന്. എനിക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പരിധികളുണ്ട്. എനിക്ക് രാഗത്തിൻ്റെ പേരോ അതൊന്നും പറയാൻ എനിക്കറിയില്ല. അത് റെഫറൻസുകൾ പറയാം, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു രീതിയിൽ എങ്ങനെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അത് പെട്ടെന്ന് അവന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതും അതിൻ്റെ ഔട്ടൊന്ന് തരാൻ പറ്റുന്നുണ്ട് എന്നുള്ളതും വലിയ കാര്യമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈവൻ എന്ത് ചെയ്താലും നമ്മൾ തൃപ്തിയാണെങ്കിലും അവനാണ് തൃപ്തി ആവാത്തത്. നമുക്ക് ഒന്നും കൂടെ വേറെ വർക്ക് ചെയ്ത സമയമില്ല, കുട്ടി അടുത്തേക്ക് പോകാൻ നമുക്ക് ഇന്ന് അവൻ്റെ അടുത്താണ് നമ്മൾ പറയേണ്ടത്. ഈവൻ തിയേറ്റർ റിലീസ് കഴിഞ്ഞിട്ട് നമ്മൾ OTT-യിലോട്ട് കൊടുക്കാൻ നേരത്ത് പോലും ഏതെങ്കിലും ഇപ്പോൾ തിയേറ്ററിൽ കണ്ടതിന് ശേഷം പോരാൻ തോന്നിയിട്ടുള്ളതുണ്ടെങ്കിൽ പറഞ്ഞോട്ടോ, നമുക്കത് മാറ്റി ചെയ്യാം എന്ന ആരും മൂഡിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളൊരു ഉള്ളതാണ്. അപ്പോൾ കിളിയൊക്കെ എന്തായാലും ഇവിടെ ഒരു മെയിൻ സ്ട്രീമിലോട്ട് വൈകാതെ തന്നെ കയറേണ്ട ആളാണ്. മ്യൂസിക്കിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ എഡിറ്റിൽ ഇപ്പം എനിക്ക് തോന്നുന്നു 2 ആസ്പെക്ട് റേഷ്യോയിലും ഔട്ട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതെന്തിനാണ് അങ്ങനെ ഒരു എഫേർട്ട് എടുത്തത്? അത് വേറെ ഒന്നുമില്ല. അത് ആ ആസ്പെക്ട് റേഷ്യോയിലാണെങ്കിൽ ചില തിയേറ്ററിൽ ആസ്പെക്ട് റേഷ്യോയിൽ എടുത്ത സിനിമയാണെങ്കിൽ ഒരു പ്രയോറിറ്റി കൊടുക്കുന്നത് കിട്ടുന്നത് നമുക്ക് ഷോസൊക്കെ കിട്ടാൻ സാധ്യത കുറവാണെന്നുള്ളത് നമ്മുടെ പടത്തിന് ആദ്യമേ ആൾക്കാർ ചവിട്ടും എന്നുള്ള കാര്യം നല്ലപോലെ അറിയാവുന്നതുകൊണ്ടും ഈ തിയേറ്ററിലെങ്കിലും നമുക്ക് ഫുൾ ഷോ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തൊരു നമ്പറാണത്. അതിനപ്പുറത്തോട്ടേക്ക് വേറെ മാജിക് ഒന്നുമില്ല. നമ്മൾ സീരിയസ് ആയി വിചാരിക്കുന്ന പല കാര്യങ്ങൾക്കും സിമ്പിൾ ഉത്തരങ്ങളേ ഉള്ളൂ അല്ലേ? നമ്മൾ അത്ര വലിയ ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരൊന്നുമല്ല. ഇങ്ങനെ ഒന്നാണ് അതിലൊരു ഡയറക്ടർ ബ്രില്യൻസ് ഇല്ല. അതെ അല്ല അതൊക്കെ നമുക്ക് അങ്ങനെ ഒരു ഫ്ലാറ്റ് റേഷ്യോയിൽ കാണുമ്പോൾ ഉണ്ടാവുന്ന എക്സ്പീരിയൻസ് വേറെയാണ്. അതൊക്കെ എല്ലാം ഉണ്ട്. പക്ഷെ ഇതായിരുന്നു കോർ. കാരണം കൂടെ കുറെ സിനിമകളുണ്ട്. അപ്പൊ അവര് ഈ എക്സ്പെക്ടേഷൻ എടുത്തിട്ടുണ്ടല്ലോ എന്നുള്ളത് അറിയില്ല. നമ്മളെടുത്തിട്ട് അവിടെ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്ക്രീനിൽ 4 ഷോ കിട്ടും എന്നുള്ള അതായിരുന്നു. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ നാട്ടുകാരെ എന്ത് പറയുന്നുള്ളത് ഞങ്ങൾ ബോധേഡാണെന്ന് പറയുന്ന പോലെ തന്നെ ഇതിനകത്തൊരു അന്ധവിശ്വാസം, മതം പറഞ്ഞ ആളുകളെ പറ്റിക്കുക എന്ന് പറയുന്ന ആ ഒരു പൊളിറ്റിക്കൽ സൈഡും കൂടെ നമ്മൾ പറയുന്നുണ്ട്. അത് എഴുതുമ്പോൾ കുറേ കോൺഷ്യസ് ആയിരുന്നു. ഇപ്പോൾ OTT വന്നതിന് ശേഷം കുറച്ച് വിവാദം അങ്ങനത്തെ കാര്യങ്ങളും ഉണ്ട്. അപ്പം അത് നമ്മൾ അല്ല അത് എന്തായാലും ഒരു സെറ്റ് ഓഫ് ആളുകൾ അത് ഇതൊക്കെ പറയും എന്നുള്ളത് അറിയാം. പക്ഷെ നമുക്ക് ഇപ്പുറത്ത് വലിയൊരു സപ്പോർട്ട് ഇപ്പുറത്ത് ഉണ്ടാവും എന്നുള്ളത് പറയാം. കാരണം അത് സൂക്ഷിച്ച് മര്യാദയ്ക്ക് കണ്ടാൽ മനസ്സിലാവും. നമ്മളതിൽ ഒന്നും മോശമാണെന്നോ അല്ലെങ്കിൽ ഒരു മതം മോശമാണെന്നോ അല്ലെങ്കിൽ ഒരു വിശ്വാസം മോശമാണെന്നോ ഒന്നും പറയുന്നില്ല. ഇതുപോലെ ആളുകളെ ചൂഷണം ചെയ്യാൻ ഒരു സെറ്റ് ഓഫ് ആളുകളുണ്ട്. അതെല്ലാ കൂട്ടത്തിലും ഉണ്ട്. അങ്ങനെ ചൂഷണം ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണിച്ചിട്ടുള്ളൂ. അതല്ലാതെ നമ്മളിപ്പോൾ അമ്പലം മോശമാണെന്നോ അതോ ഇതിൽ തന്നെ പറയുന്നുണ്ട് സൈജോട്ടിൻ്റെ ക്യാരക്ടർ ഒന്ന് പറഞ്ഞു കുറച്ച് അപ്പുറം മാറി ഒറിജിനൽ ദൈവത്തിന് പ്രാർത്ഥിച്ചപ്പോഴാണ് മനസ്സമാധാനം എഴുതുന്നുള്ളത്. അപ്പം അപ്പുറത്ത് അതൊക്കെ ഉണ്ട്. ഇവർ ചെയ്തിട്ടുള്ള സ്കാമിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അത്രേ ഉള്ളൂ. അതിനിപ്പോൾ ഈ വാളും പൊക്കി പിടിച്ചു വന്ന് കഴിഞ്ഞാൽ നമ്മളെന്ത് പറയാനാ. മിഥുൻ മാനുവൽ തോമസിനാണ് ഫസ്റ്റ് ക്രെഡിറ്റ് നിങ്ങൾ കൊടുത്തിരിക്കുന്നത്, മോഹിനിയാട്ടത്തിൻ്റെ ഫസ്റ്റ് ക്രെഡിറ്റ്. മിഥുൻ മാനുവൽ തോമസ് എന്ന് പറയുന്ന ഒരു റൈറ്ററും സംവിധായകനും എത്രത്തോളം ഇൻസ്പിറേഷൻ തന്നെയായിരുന്നു. മിഥുൻ ചേട്ടൻ മോഹിനിയാട്ടത്തിൻ്റെ സ്ക്രിപ്റ്റ് എഴുതി നമ്മൾ കഴിഞ്ഞപ്പോൾ വായിക്കാൻ പുള്ളി ഉണ്ടായിരുന്നു. പുള്ളി സ്ക്രിപ്റ്റിൽ നിന്ന് വായിച്ച് നമുക്ക് അതിലൊരു സജഷൻസ് തന്നിട്ടുണ്ടാവും. നമുക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ടാവും, നമുക്ക് വേറെ എക്സ്ട്രാ ഒരു ജോണർ കൂടി ഇതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ അത് വേണ്ടടാ. ഇപ്പോൾ ഓൾറെഡി അത്യാവശ്യം ഒരുപാടുണ്ട്. ഇനി അതിൻ്റെ ഇടയിൽ കൂടെ അതുകൂടി ഇട്ട് കഴിഞ്ഞാൽ ടൂ മച്ചായി പോകണ്ട. നിനക്കത് ഇത് ഫ്രാഞ്ചൈസി ആയിട്ട് തുടരാൻ യോഗം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് തന്നെ അടുത്തത് ഫ്രാഞ്ചൈസി ആയിട്ട് പിടിക്കാമല്ലോ എന്നുള്ളതുകൊണ്ട് കംപ്ലീറ്റ്ലി നമ്മളൊരു സെക്ഷൻ തന്നെ അവിടുന്ന് എടുത്ത് മാറ്റിയായിരുന്നു. അപ്പോൾ അതൊരു നല്ല സജഷനായിരുന്നു. അല്ലെങ്കിൽ ഈ പറഞ്ഞതിൽ ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഒരുപാട് കൂടിപ്പോയേനെ. പിന്നെ ജഗദീഷ് ചേട്ടൻ്റെ
ക്യാരക്ടർ അത് പുള്ളിയുടെ സജഷനായിരുന്നു. പുള്ളി ഇങ്ങനെ പറഞ്ഞിരുന്നു നമ്മൾ ആദ്യം എഴുതുമ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നില്ല. ഇല്ല പുള്ളി വായിച്ചപ്പോൾ പറഞ്ഞത് ആദ്യം എഴുത്തിലുണ്ടായിരുന്നത് ഫാമിലി തന്നെ ആയിരുന്നു ഈ ഡിസ്പോസ് ചെയ്യുന്ന പരിപാടി കാര്യങ്ങൾക്കൊക്കെ ഇനിഷ്യേറ്റീവ് എടുത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇനിഷ്യേറ്റീവ് എന്നല്ല, വെട്ടുന്ന പരിപാടി ഫാമിലി തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം അത് വേണ്ട, നമുക്ക് പുറത്തുനിന്ന് ഒരാൾ കൊണ്ടുവരുന്നതായിരിക്കും കുറേ കൂടി എക്സ്പേർട്ടായ ഒരാൾ നന്നാവുക എന്ന് പറഞ്ഞു. അപ്പോൾ എക്സ്പേർട്ട് എന്നുള്ളത് പറഞ്ഞില്ല, പക്ഷെ പുറത്തുനിന്ന് ഒരാളായിരിക്കും കുറേ കൂടിയും ഇതുണ്ടാവുക എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ സംസാരത്തിൽ വന്നതായിരുന്നു ഇതുപോലെ ഒരു ഇറച്ചി കടക്കാരൻ പരിചയത്തിലുണ്ടെങ്കിൽ എന്നുള്ള പോലെ. പിന്നെ അവിടെ നമ്മൾ ബാക്കിലോട്ടേക്ക് പോയി ക്യാരക്ടർ അവിടെ ഉണ്ടാക്കി അങ്ങനെ. അപ്പോൾ ആ കൊണ്ടുവരുന്ന ആൾ വെട്ടണമെന്നുണ്ടെങ്കിൽ വെറുതെ ഒന്ന് സമ്മതിക്കില്ലല്ലോ. അത് എത്ര പൈസ തരാമെന്ന് പറഞ്ഞാലും സമ്മതിക്കണ്ടാവില്ല. പക്ഷേ ഈ ഒരു പരിപാടി ഇവർ തമ്മിലുള്ളൊരു ചെറിയൊരു ഇതുണ്ടല്ലോ, അപ്പോൾ ആ പരിപാടി അങ്ങനെ വർക്ക് ചെയ്ത് കൊണ്ടുവന്നതായിരുന്നു. അപ്പോൾ ജഗദീഷ് ചേട്ടൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ വിനയ് ഫോർട്ടിൻ്റെ ക്യാരക്ടർ ആണെങ്കിലും സുരാജ് ചേട്ടൻ്റെ ക്യാരക്ടർ ആണെങ്കിലും ഇവരുടെ സീൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 2-3 സീൻസ് ഇവരുള്ളൂ. പക്ഷെ ഇവരെല്ലാവരും ടോട്ടൽ പടത്തിന്റെ പാർട്ടാണ്. നമ്മൾ എവിടെ ആലോചിച്ചാലും ഇവരെ നമുക്ക് ഈ ഫാമിലിയുടെ ഒപ്പം തന്നെ മനസ്സിൽ വരും. ഇവർ ഫുൾ ഉണ്ടെന്ന് പറയുന്ന ഒരു ഫീൽ കിട്ടും. അത് എങ്ങനെയായിരുന്നു? കാരണം ഇപ്പം വിനയ് ഫോർട്ട് വരുന്ന ക്ലൈമാക്സിൽ മാത്രമേ വരുന്നുള്ളൂ. അപ്പം അതുപോലെ ഒരു ആക്ടറെ കൊണ്ട് നമ്മൾ ക്ലൈമാക്സിൽ മാത്രം കൊണ്ടുവരും. അതൊരു റിസ്ക്കുമാണ്, ബട്ട് അത് നന്നായി വരികയും ചെയ്യും. അപ്പം എങ്ങനെയാണ് പിന്നെ ഈ പറഞ്ഞ ഓരോ സുരാജേട്ടൻ വരുന്നത് വരെ, ഐ മീൻ സുരാജേട്ടൻ വന്ന് പോകുന്നത് വരെ നോക്കിയാൽ അറിയാം പുള്ളിയാണ് പടം കൊണ്ടുപോകുന്നത്. അതെ. അത് കഴിഞ്ഞാൽ നോക്കിയറിയാം ബേബിയാണ് പടം കൊണ്ടുപോകുന്നത്. ബേബി പിന്നെ ഇപ്പുറത്തോട്ട് എത്തി കഴിഞ്ഞാൽ അടുത്ത ആള് ആരെന്ന് പറയുമ്പോൾ പിന്നെ അടുത്ത ആള് വരുന്നത്. അപ്പം അതുകൊണ്ട് ഈ 3 പേരും മുങ്ങിപ്പോവില്ല എന്നുള്ളത് അറിയാം. ഈ 3 പേരും മെയിൻ പാർട്ടാണ് ഇതിൻ്റെ. ഇപ്പം നമ്മുടെ ഹീറോ ഫാമിലി ഇപ്പുറത്തുണ്ടെന്നുണ്ടെങ്കിലും ഇവരെ പേടിക്കുന്ന 3 ആളുകൾ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ. അത് ആദ്യം സുരാജേട്ടൻ, പിന്നെ ബേബി, പിന്നെ പാർത്ഥൻ, ഐ മീൻ വിനയേട്ടൻ, അങ്ങനെ ആയിരുന്നു. അപ്പം അതുകൊണ്ട് ഈക്വൽ ഇമ്പോർട്ടൻസ് തന്നെയാണ് അവർക്ക് ഉണ്ടായിരുന്നത്. അതിലൊന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ സുരാജേട്ടൻ്റെ ക്യാരക്ടറിൻ്റെ പട്ടിയുണ്ട്. ഈ പട്ടി ആദ്യം നല്ലൊരു ലീഡ് ചെയ്യുന്നു പോകുന്ന പരിപാടിയുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു പട്ടിയുണ്ട്, കിറ്റ്, ദാനം കിട്ടുന്ന പട്ടിയുണ്ട്. ഈ പട്ടിയുടെ റെഫറൻസ് എക്കോയായിട്ട് കണക്ട് ചെയ്ത് ആളുകൾ പറയുന്നുണ്ട്. അത് കണ്ടിരുന്നു, എന്താ തോന്നി? അത് കണ്ടിരുന്നു, പക്ഷെ അത് ഇങ്ങനെ എക്കോട്ട് കണക്ട് ആവുന്നതെന്ന് മനസ്സിലാവുന്നില്ല. കാരണം നമ്മളിത് ഷൂട്ട് ഏതാണ്ട് കഴിയാറായ സമയത്താണ് എക്കോ റിലീസാവുന്നത്. ഞങ്ങളൊക്കെ കൂടിയിട്ട് തിയേറ്ററിൽ പോയി ഷൂട്ടിൻ്റെ ഇടയിൽ കണ്ടിട്ടുള്ളതാണ് എക്കോ. അപ്പോൾ എക്കോ ആയിട്ട് അതിന് യാതൊരു റിലേഷനും ഇല്ല. ആകെ ഒരു റിലേഷൻ പറയാനുള്ളത് വേണമെങ്കിൽ ആ പട്ടി ഉണ്ടല്ലോ, അതായത് കിറ്റ് ദാനം കിറ്റ് കഴിച്ചു പോകുന്ന പട്ടി എക്കോല അഭിനയിച്ചിട്ടുള്ള പട്ടിയാണ്. അങ്ങനെ വേണമെങ്കിൽ സെയിം പട്ടിയാണ്. അതിൽ വിനീതനെ ചാടി ചവിട്ടുന്ന ആ പട്ടിയാണ് ഇത് കഴിച്ചിട്ടിറങ്ങി ഓടുന്നത് എന്നുള്ളൊരു കണക്ഷൻ ഉണ്ടെന്നല്ലാതെ വേറെ ഒന്നും എക്കോ ആയിട്ട് കണക്ഷൻ ഇല്ല ഇതിൽ. ദൃശ്യം കൊലപാതകം നടന്നു കഴിയുമ്പോൾ തന്നെ സൈജു കുറുപ്പിന്റെ ക്യാരക്ടർ വന്നിട്ട് ആദ്യം തന്നെ ഹെൽപ്പ് ചോദിക്കുന്നത് വക്കീലിൻ്റെ അടുത്താണ്. അപ്പോൾ നമ്മൾ ദൃശ്യം റെഫറൻസ് ആണ് അവിടെ വെച്ചിരിക്കുന്നത്. അത് ആ ഒരു സീൻ അങ്ങനെ ദൃശ്യം വെച്ചിട്ട് ഫണ്ണാക്കുക എന്നുള്ളതായിരുന്നോ, അതോ ഇത് ദൃശ്യത്തിന്റെ ഒരു ഫൺ വേർഷൻ അല്ലേന്ന് ആളുകൾ ചിന്തിക്കുകയോ? അപ്പൊ ആ ഒരു ചിന്ത ആദ്യമേ തന്നെ നമ്മളായിട്ട് തന്നെ അങ്ങ് ക്ലോസ് ചെയ്തേക്കാന്നുള്ളൊരു അങ്ങനെ ഉണ്ടായിരുന്നോ? ദൃശ്യത്തെ പറ്റി നമ്മൾ തന്നെ ബോധേടായിരിക്കുമല്ലോ, ഈ ക്രൈം ഫാമിലി ചെയ്യുന്നു എന്നുള്ളത്. ഇല്ല, ആക്ച്വലി അങ്ങനെ ബോധേടായിരുന്നില്ല തുടങ്ങുന്ന സമയത്ത്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ സീൻ എഴുതുന്നവരെ നമ്മളത് ചിന്തിച്ചിട്ടില്ല. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. ഇതിപ്പോൾ കുറേ പേര് ബാലേട്ടൻ്റെ സ്പൂഫ് അടിക്കുക, ദൃശ്യത്തിൻ്റെ സ്പൂഫ് അടിക്കുകയാണ്, ഞാൻ സ്പൂഫ് അടിക്കാൻ നടക്കുക എന്നുള്ളൊരു കാരണമുണ്ട്. അങ്ങനെയല്ലത്. ബാലേട്ടൻ ഭരതനാട്യം സംഭവിച്ചതിൻ്റെ ഒരു കാരണമുണ്ട്. അങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് എനിക്ക് അറിയാവുന്നതാണ്. ഇതുപോലെ സത്യം തുറന്ന് പറഞ്ഞിട്ട് പുള്ളി മരിക്കാതെ വീട്ടിൽ തിരിച്ചെത്തിയൊരു സിറ്റുവേഷൻ എൻ്റെ നാട്ടിൽ നടന്നിട്ടുള്ളതാണ്, എനിക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ ആ സിനിമ ഉണ്ടാക്കിയത്. അപ്പോൾ പക്ഷെ നമുക്കറിയാം ഈ ഒരു പോയിന്റ്, ഈ ഒരു സീൻ, പ്രത്യേകിച്ച് അച്ഛൻ മകനോട് തുറന്നു പറയുന്നു എന്നുള്ള സീൻ ഉള്ളത് കൊണ്ട് ഇത് ബാലേട്ടൻ പരിപാടിയിൽ എല്ലാവർക്കും അറിയാവുന്ന, പ്രത്യേകിച്ച് ഒരു മൂകാംബിക സിനിമാറ്റിക് യൂണിവേഴ്സ് അപ്പുറത്ത് ഉണ്ട് എന്നുള്ളതുകൊണ്ട് ഈസിലി കണക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ സിനിമയ്ക്കകത്ത് നീ വെറുതെ ബാലേട്ടൻ കളിക്കാൻ നിൽക്കല്ലേ എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നത്. ഇത് ആണെന്നുണ്ടെങ്കിലും നേരത്തെ പറഞ്ഞിരുന്നല്ലോ, എനിക്കൊരു വീടിൻ്റെ അകത്തൊരു കൊലപാതകം ചെയ്യുന്നൊരു നാട്ടിൻപുറം ഫാമിലി എന്നുള്ളൊരു ഐഡിയ ആദ്യമേ ഉണ്ടായിരുന്നതാണ്. പിന്നെയാണ് നമ്മൾ മോഹിനിയാട്ടത്തിലൂടെ കിടക്കുന്നത്. അപ്പം ഇത് ഇവിടെ കൊന്ന്, ഇപ്പം നേരത്തെ പറഞ്ഞില്ല, ഇപ്പം സൈജുവേട്ടൻ ആ സീനിൽ ഇല്ലാതിരിക്കാനുള്ള കാരണം എന്തായിരുന്നു എന്നുള്ളത് പറഞ്ഞല്ലോ. അത് കഴിഞ്ഞിട്ടുള്ള സീൻ വർക്കാവാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മളിട്ട് ഈ സീനിൽ എങ്ങനെ വക്കീലിനോട് ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറയാം, ഏത് രീതിയിൽ പറയാം എന്ന് ആലോചിച്ചപ്പോൾ നമുക്ക് ഓക്കെ, എന്തെങ്കിലും തുറന്ന് പറയാൻ പറ്റില്ല ഇവർ ഇതിങ്ങനെ ചെയ്തു എന്നുള്ളത്. അപ്പോൾ ഒരു എക്സാമ്പിൾ പോലെ പറയാം, ഒരു കഥ പറയുന്ന പോലെ പറയാം എന്നും പറഞ്ഞിട്ട് പറയാൻ ആലോചിച്ചപ്പോഴാണ് ഇത് ഈ പറഞ്ഞ മാതിരി ജോർജ് കുട്ടി ഇല്ലാത്ത സമയത്ത് എന്ന് പറയുന്നത്. ശരിയാണല്ലോ, നമ്മുടെയിലും സൈജുവേട്ടൻ ഉണ്ടായിരുന്നില്ല. ഇവിടെ അങ്ങനെ ജോർജ് കുട്ടി ഇല്ലാത്ത സമയത്ത് തന്നെയാണ് അവിടെ നടക്കുന്നത് കൊലപാതകം. അപ്പോൾ ഓക്കെ, അങ്ങനെ അവിടെ എത്തുമ്പോഴാണ് ഞങ്ങൾക്ക് ദൃശ്യം എന്നുള്ള സാധനം അവിടെ കിട്ടുന്നത്. ദൃശ്യത്തിൽ ഇങ്ങനെ തന്നെ ആയിരുന്നല്ലോ എന്നുള്ളത്. അതല്ലാതെ ഞങ്ങൾ ഇത് ദൃശ്യത്തിൻ്റെ ഒരു കോമഡി വെർഷൻ അടിക്കുക എന്നുള്ള പ്ലാനിലായിരുന്നില്ല. അങ്ങനെ പോയത്. പിന്നെ നമ്മൾ ട്രെയിലറിലും ഇതാണ് ഹൈലൈറ്റ് ചെയ്ത് വെച്ചത്. മൊത്തത്തിൽ ദൃശ്യം സ്പൂഫായി മാറി. ട്രെയിലറിന്റെ കാര്യം പറഞ്ഞപ്പം ട്രെയിലർ ഒരു
ട്രെയിലർ കൊണ്ട് നല്ലൊരു വിസിബിലിറ്റി കിട്ടിയത്. ട്രെയിലർ ഇങ്ങനെ തന്നെ പ്ലാൻ ഇങ്ങനെ ഈ ഡീറ്റെയിൽസ് ആദ്യം നമുക്ക് പറഞ്ഞു പോവാം. ഞാൻ ലിൻഡോർ ഒന്ന് കെട്ടിയതാണ്. ലിൻഡോർ അടുത്ത് പണ്ടായിരുന്നു ഇതിൽ ഈ മോഹനീശ്വരി എന്നുള്ളൊരു പരിപാടി നമുക്ക് പുറത്ത് കൊടുക്കണ്ട എന്നുള്ളത് പണ്ടായിരുന്നു. സുരാജേട്ടനെയാണ് തട്ടുന്നത് എന്നുള്ളതും പുറത്ത് പോകണ്ട, ബേബിയിലോട്ടേക്ക് ഒന്ന് മിസ്ലീഡ് ചെയ്ത് വിടാം എന്ന കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയെല്ലാം ലിൻഡോൻ്റെ തന്നെ. ലിൻഡോ ഫസ്റ്റ് കട്ട് ചെയ്തിട്ടുള്ള സാധനം നമ്മൾ വേറെ കർഷം പോലും പറയാൻ പോയിട്ടില്ല. ലിൻഡോൻ്റെ നാറേഷൻ ആയിരുന്നു നമുക്ക് ഈ ദൃശ്യം പരിപാടി പിടിച്ചു. ആക്ച്വലി ഈ ദൃശ്യത്തിൻ്റെ ആ സീൻ സ്നീക്ക് പീക്ക് പോലെ നമുക്ക് റിലീസിന് മുമ്പ് വിടാമെന്നുള്ള പ്ലാനാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇത് കണ്ടപ്പോൾ ഇനി സ്നീക്ക് പീക്കായിട്ട് വിടാനില്ല, കംപ്ലീറ്റ്ലി അതിനകത്ത് തന്നെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ആ ട്രെയിലർ പൊളിക്കാനൊന്നും തോന്നിയില്ല. ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ടായിരുന്നു സിനിമയ്ക്കൊരു. ആദ്യത്തെ ദിവസങ്ങളിൽ ആരെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 50% അല്ലെങ്കിൽ കൂടുതലോ ട്രെയിലർ കണ്ട് വർക്കായിട്ടുള്ളവരാണെന്നാണ് വിശ്വസിക്കുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ പ്ലാൻ ചെയ്തിട്ട് പിന്നെ വേണ്ടെന്ന് വെച്ച കാര്യങ്ങളുണ്ടോ? അതായത് ഡിലീറ്റഡ് സീൻ ഒരെണ്ണം വന്നിട്ടുണ്ടായിരുന്നു. അത് കുറച്ചുകൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡിലീറ്റഡ് സീൻസ് ഓഫ് ഇത് കൂടുതൽ ഉണ്ട്. അതിനൊരു 3-4 കൂടി ഉണ്ട്. ഇയാളുടെ വീട്ടിൽ പോയി അന്വേഷിക്കുന്നില്ല എന്നുള്ളൊരു കണക്ഷൻ അപ്പോൾ ആ ഡിലീറ്റഡ് സീനിലൊരു പ്രശ്നമായിട്ട് തോന്നിയായിരുന്നോ? എന്തുകൊണ്ട് ഇയാളുടെ വീട്ടിൽ പോയിട്ട് ഈ 50 ലക്ഷം അന്വേഷിച്ചില്ല? അല്ല, അത് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നമ്മൾ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ടായിരുന്നു, മറ്റേ സ്വർണം പോയ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ആ ഒരു മാറ്റർ മാത്രമാണ് അവിടെ ഉള്ളത്. പക്ഷേ ഇത് സിനിമയിൽ ഇത് വെച്ചിരുന്ന സമയത്ത് ആ ഒരു ഏരിയ ഒരു ലാഗ് ഫീൽ ഉണ്ടായിരുന്നു. കാരണം കുറച്ച് നേരത്തേക്ക് നമ്മുടെ ഫാമിലിയിലോട്ടേക്ക് വരുന്നുണ്ടായിരുന്നില്ല പടം കംപ്ലീറ്റ്ലി. ഇതിപ്പോൾ ഡിലീറ്റ് സീൻ കണ്ടപ്പോൾ ഇത് നല്ലതായിരുന്നല്ലോ, ഇതെന്തിനാ മാറ്റിയത്, ഇതിലിപ്പോൾ ഈ ഇപ്പോഴാണ് സ്വർണ്ണത്തിൻ്റെ കണക്ഷൻ വന്നത്, ഇവരിവിടെ ഒന്ന് അന്വേഷിച്ചല്ലോ എന്നൊക്കെ ചോദിക്കും. പക്ഷേ സിനിമ ഒരു ഫുൾ സിനിമ എടുത്ത് നോക്കുമ്പോൾ ആ ഏരിയ ബാക്കോട്ട് വലിക്കുന്നുണ്ടായിരുന്നു. കാരണം നമ്മുടെ ഫാമിലിക്ക് എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് അറിയാതെ കുറച്ച് മിനിറ്റുകൾ പോകുന്നുണ്ടായിരുന്നു. അവിടെ എത്തുമ്പോൾ നമുക്ക് കഴിയുന്ന പോലെ അത് ഇതായിരുന്നു റീസൺ എന്നുള്ളത് പിന്നെയാണ് നമ്മൾ ക്രാക്ക് ചെയ്തത്. നമ്മുടെ ഫാമിലിയിലോട്ട് എത്തിയിട്ട് കുറച്ച് നേരമായി, നമ്മൾ കുറച്ച് നേരമായിട്ട് മറ്റു സൈഡിലൊക്കെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് പേരെ കാണിച്ചപ്പോഴും അതെന്താണെന്ന് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ആ ഏരിയയിൽ കിടന്ന് കറങ്ങുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്തിരുന്നു. അപ്പോൾ ഇതെടുത്ത് മാറ്റിയപ്പോഴായിരുന്നു അത് ശരിയായത്. അപ്പോൾ സീനായിട്ട് കാണുമ്പോൾ ഓക്കെ ആയിട്ട് തോന്നുന്നുണ്ടാവും, പക്ഷെ സിനിമയിലോട്ട് വന്നപ്പോൾ സിനിമയ്ക്ക് അപകടം ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം അതിൽ കുറേ ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ വീട്ടുമുറ്റത്ത് കുറേ അപ്പൂപ്പന്മാരൊക്കെ ഉണ്ടായിരുന്നു. സോജ ഡെസ്പെല്ലല്ലോ അല്ലേ എന്നൊക്കെ ചോദിച്ചാൽ അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കത് ഫൈനൽ ഔട്ടിൽ വരുമ്പോൾ അതാണല്ലോ നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. ഇവരൊക്കെ അഭിനയിക്കാൻ വന്നവർ തന്നെയാണെന്നുള്ള അറിയാം. സ്റ്റിൽ ഇപ്പം ഇത് നല്ലതെന്ന് പറഞ്ഞവർ ചിലപ്പോൾ ആ ലാഗ് സെക്കൻഡ് ഹാഫിൽ ലാഗ് ഉണ്ടായിരുന്നു എന്ന് പറയും. ഇപ്പോഴാണ് ഇങ്ങനെ കാണുമ്പോഴാണ് അവർക്ക് നല്ലതായിരുന്നില്ലേ, എന്തിനാണ് കളഞ്ഞതെന്നൊക്കെ ചോദിക്കുന്നത്. സിനിമയ്ക്ക് അത് ബാക്ക് ഫയർ ചെയ്യുന്ന പോലെ ഉണ്ടായിരുന്നു. ഡാർക്ക് ഹ്യൂമർ ട്രൈ ചെയ്യുക എന്ന് പറയുമ്പം മരണമാണ്. നമ്മൾ 10ാമത്തെ മിനിറ്റിൽ തന്നെ ആളുകൾ ഇന്നാവുമെന്ന് റിലീസിന് മുന്നേ സൈജു കുറുപ്പ് കോൺഫിഡൻ്റ് ആയിട്ട് പറഞ്ഞായിരുന്നു. പക്ഷെ ഇത് അത്രയും നമ്മളൊരു മരണമാണ്, പിന്നെ അത് പോകുന്തോറും കൂടുതൽ ബ്രൂട്ടൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അത് സെൻസറിങ്ങിൻ്റെ കാര്യത്തിൽ നമ്മുടെ ഫസ്റ്റ് പാർട്ട് കുറേ കൂടെ ഫാമിലി ഓഡിയൻസ് ആണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളിൽ എപ്പോഴും അതൊരു അതെ, അത് ഇതിനേക്കാൾ ബ്രൂട്ടലായിരുന്നു, ഇതിനേക്കാൾ റോ ആയിട്ടായിരുന്നു ആദ്യത്തെ ഡ്രാഫ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നത് സ്ക്രിപ്റ്റിൽ. ഈ പറയുന്ന ഈ ഡിസ്പോസിങ് പരിപാടികളൊക്കെ അതായിരുന്നു ആദ്യം വന്ന ചിന്ത ഉണ്ടായിരുന്നത്. ഇപ്പം നേരത്തെ ഞങ്ങൾ പറഞ്ഞിരുന്നില്ലേ, ഇപ്പോൾ മോഹിനിയാട്ടത്തിന് മുമ്പ് ഞങ്ങളിങ്ങനെ ഒരു പരിപാടി ഡിസ്കസ് ചെയ്യുന്ന സമയങ്ങളിലൊക്കെ ഫാമിലിയുടെ പരിപാടികളൊക്കെ ഫണ്ണാണെങ്കിൽ പോലും ഒരു വയലൻസ് സ്വഭാവം കുറച്ച് കൂടുതൽ ഉണ്ടായിരുന്നതിൽ. അങ്ങനെ തന്നെയായിരുന്നു ഇതിൻ്റെ ഇനീഷ്യൽ ഡ്രാഫ്റ്റിൽ ഉണ്ടായിരുന്നതൊക്കെ. പക്ഷെ പോകെ പോകെ ആ സമയത്തായിരുന്നു മാർക്കോ റിലീസായത്. റിലീസായപ്പോൾ അത് ആകെ നാട്ടുകാരെ നശിപ്പിക്കുന്ന മാർക്കോ ആണോ എന്നുള്ള തരത്തിലോട്ടൊക്കെ കാര്യങ്ങൾ വരാൻ തുടങ്ങിയപ്പോൾ അയ്യോ അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ അത് കെട്ടുടങ്ങി. നാട്ടിലെ ആൾക്കാർ അത് വഴി തന്നെ പോയി, മാർക്കോൻ്റെ അത് കഴിഞ്ഞു. പക്ഷേ സ്റ്റിൽ അത് മതിയല്ലോ പ്രശ്നമാക്കാനായിട്ട്. അപ്പോൾ അത് നമ്മളൊന്ന് ചിന്തിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത്ര വേണ്ട, കുറച്ച് കുറയ്ക്കാം എന്നുള്ളത് വിചാരിച്ചു. പിന്നെ ഭരതനാട്യം ഇഷ്ടപ്പെട്ട കുറേ ആളുകളുണ്ടായിരുന്നു OTT-യിൽ. ഫാമിലി ഓഡിയൻസാണ് കൂടുതൽ. നമുക്ക് മെസ്സേജ് ചെയ്യുന്നതൊക്കെ അത്തരത്തിലുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരുടെ മെസ്സേജുകൾ ഇപ്പോൾ TV-യിൽ ടെലികാസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഇൻസ്റ്റയിൽ കുറച്ച് മെസ്സേജുകൾ അധികം വരുമ്പോൾ നമുക്ക് മനസ്സിലാവാം ഇന്ന് TV ടെലികാസ്റ്റ് ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ അതിൽ ഇതുപോലെ മെസ്സേജുകൾ വരാറുണ്ട്. ഇങ്ങനെ അതല്ലാതെ തന്നെ ഞങ്ങളുടെ കയ്യിൽ പടമുണ്ട്, ഞങ്ങൾ ഊണ് കഴിക്കുമ്പോൾ കാണാറുണ്ട്, മക്കളെ എപ്പോഴും കാണിപ്പിക്കാറുണ്ട്. അവസാനത്തെ തെറിവിളി മാത്രമാണ് ഞങ്ങൾ ആ ഒഴിപ്പിക്കുക ഓഫാക്കാറുണ്ട്, കുട്ടികളൊക്കെ ഉള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഒരുപാട് വയലൻസ് സിനിമകളൊക്കെ ഇപ്പോൾ വരുന്നു, ഒരുപാട് ത്രില്ലറൊക്കെ വരുന്നു. അതിനിടയിൽ ഇത് മനസ്സിന് കുളിർമ നൽകുന്നൊരു സിനിമയാണ് എന്നൊക്കെ. ദൈവമേ, അപ്പോൾ നമ്മളാണെങ്കിൽ ഇവിടെ വയലൻസ് കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ആളുകളൊക്കെ കൂടി ആയപ്പോൾ ഭരതനാട്യത്തിൻ്റെ സീക്വലാണ് എന്നുള്ളൊരു പേടി പിന്നെ വരാൻ തുടങ്ങി. അങ്ങനെ കംപ്ലീറ്റ്ലി ഇപ്പോൾ സ്ക്രീനിലൊന്നുമില്ല. ഇപ്പോൾ സ്ക്രീനിൽ നമ്മളൊരു ബ്ലഡ് പോലും കാണിച്ചിട്ടില്ല. അത് ഭരതനാട്യത്തിൻ്റെ സീക്വൽ എന്നുള്ളതുകൊണ്ട് മാത്രം അങ്ങനെ
ആക്കിയതായിരുന്നു. ഇപ്പൊ മാർക്കോയുടെ കാര്യം പറയുമ്പോൾ മാർക്കോ അങ്ങനെ തന്നെ ഒരു സിനിമയാണെന്ന് നമുക്ക് മനസ്സിലാവും. ഇത് പക്ഷെ തിരിച്ചാണ്, നമ്മളൊരു നന്മയുള്ള ഫാമിലി എന്നുള്ളൊരു വൈബ് കൊടുക്കുന്നത്. അപ്പൊ അവരത് പ്രതീക്ഷിച്ച് വന്നു കഴിഞ്ഞാൽ അത്രയും ജോണർ നമുക്ക് കുറവായിരിക്കും. ഇപ്പൊ സൂക്ഷ്മദർശിനിയൊക്കെ വന്നിട്ടുണ്ടെങ്കിലും റീസെന്റ് അങ്ങനെ ആ ഒരു സ്പേസ് അധികം എക്സ്പ്ലോർ ചെയ്യപ്പെട്ടിട്ടില്ലാത്തതിന്റെ ഒരു റിസ്ക്കും കൂടെ. അതെ അതെ, അല്ല അതുണ്ടായിരുന്നു. ആ പേടി നമുക്ക് ഒരു വശത്തുണ്ട്. പിന്നെ ഈ പറഞ്ഞ മാതിരി ഭരതനാട്യം ഇഷ്ടപ്പെട്ട് വന്ന ആളുകളുടെ വായിലിരിക്കുന്നത് എനിക്ക് കേൾക്കേണ്ടി വരുമല്ലോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. ഇതല്ലല്ലോ മാര് ആദ്യ പാർട്ടിൽ കാണിച്ച സ്നേഹം, സാഹോദര്യം, ഒത്തൊരുമ എന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് ഇവരത് എന്താണ് ഈ കാണിച്ചു വെച്ചതെന്നുള്ളൊരു അത് ഒന്ന് പേടിപ്പിച്ചായിരുന്നു. അതായിരുന്നു പിന്നെ കുറച്ചത്. നമ്മൾ കാസ്റ്റിങ്ങിലാണേലും നമ്മൾ കണ്ട് ശീലിച്ച പോലെ അല്ലായിരുന്നല്ലോ. ഇപ്പോൾ സന്തോഷ് ചേട്ടനെയൊക്കെ ആണെങ്കിലും ഭയങ്കര ഹ്യൂമർ പരിപാടിയിൽ സമീപകാലത്ത് നമ്മൾ കണ്ടത് ഇപ്പോഴാണ്. അപ്പോൾ പുതിയ ക്യാരക്ടേഴ്സ് ആകെ കുറച്ച് പേരാണല്ലോ. ഇപ്പോൾ ബേബി, ഈ 2 ക്യാരക്ടേഴ്സ്, സുരാജേട്ടൻ്റെ ക്യാരക്ടർ, അങ്ങനെയുള്ളല്ലോ. അപ്പോൾ അവരെയൊക്കെ കാസ്റ്റ് ചെയ്യുക, അവർ ഈ ഒരു ക്യാരക്ടറിന് ഈ സന്തോഷ് ചേട്ടനെ പോലെ ഒരാൾ സെറ്റ് ആവുമെന്ന് തോന്നിയത് എങ്ങനെയായിരുന്നു? അല്ല, അതിപ്പോൾ സന്തോഷ് ചേട്ടനുണ്ടായിരുന്നു, നിസ്താർക്കുണ്ടായിരുന്നു. ഈ 2 പേരും നമ്മൾ കമ്മിറ്റിക്കാരായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടാൽ ഭയങ്കര ഗൗരവമുള്ള ആളുകളായിരിക്കും വേണം, ഇച്ചിരി റഫ് ആൻഡ് ടഫ് എന്ന് തോന്നിക്കുന്ന ആളുകളാവും വേണം. എന്നാൽ സാധുക്കളാണ് ഈ പേടിച്ചിട്ടാണ് ഒരു പടത്തിൽ മൊത്തം ടെൻഷൻ അങ്ങോട്ടും ഇങ്ങോട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതാണല്ലോ അവരുടെ പരിപാടി. അപ്പോൾ അതിലൊരു ഫണ്ട് കിട്ടും എന്നുള്ളതുണ്ടായിരുന്നു ഇങ്ങനത്തെ ആളുകളെ കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ. ലുക്ക് വൈസ് മാത്രം കേട്ടോ, അതല്ലാന്നുണ്ടെങ്കിൽ 2 പേരും കുഞ്ഞു പിള്ളേരുടെ പോലെയാണ്. ഭയങ്കര രസമാണ് സന്തോഷായിട്ടും നിസ്താരക്കയിലൊപ്പം വർക്ക് ചെയ്യുന്നത്. അങ്ങനെയായിരുന്നു നമ്മൾ അതിലോട്ടേക്ക് കാസ്റ്റ് ചെയ്തത്. പിന്നെ ഒന്ന് ഫ്രഷ് ആയിരിക്കും എന്ന് തോന്നി. നമ്മൾ സ്ഥിരം നമ്മുടെ മനസ്സിൽ ആദ്യമൊക്കെ നമുക്ക് മനസ്സിലാവുന്നതായിരുന്നു, നമ്മൾ അത്തരത്തിൽ നമ്മൾ കമ്മിറ്റിക്കാരെന്ന് പറയുമ്പോൾ നമ്മൾ സിനിമകളിലും സിറ്റ്കോമിലും ഒക്കെ കണ്ടു വന്നിട്ടുള്ള ആളുകളായിരുന്നു ആദ്യം മനസ്സിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവർ വന്നാൽ കുറച്ചുകൂടി രസം ഉണ്ടാവുമല്ലോ എന്നുള്ളത് തോന്നിയിട്ടാണ്. സന്തോഷേട്ടനാണെങ്കിൽ നമ്മൾ അത്ര ആക്റ്റീവായിട്ട് തമിഴ് ഏതൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു സന്തോഷേട്ടൻ. മലയാളത്തിൽ കണ്ടിട്ട് കുറച്ചായിട്ടുണ്ടായിരുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പോൾ സന്തോഷേട്ടൻ വന്നാൽ ഫ്രഷ്നെസ് ഉണ്ടാവും എന്നുള്ളത് കരുതിയിട്ടാണ് വന്നത്. പിന്നെ നമ്മൾ ആഗ്രഹിച്ചതൊന്നുമല്ലല്ലോ പിന്നീട് ഉണ്ടാവുക. അപ്പോൾ സന്തോഷേട്ടനൊക്കെ എന്താ പറയുക, നമ്മുടെയൊക്കെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഞങ്ങൾ ആർട്ടിസ്റ്റുകളുടെ. അപ്പോൾ അതിലൊക്കെ ഭയങ്കരമായിട്ട് ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആളായിരുന്നു സന്തോഷേട്ടനെ. ഇപ്പോൾ റിവ്യൂസൊക്കെ പുള്ളി ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കും. പുള്ളിക്ക് വരുന്നതെല്ലാം അങ്ങനെ ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് അയച്ച ആളുകളുടെ പേരൊക്കെ പറയുന്നുണ്ട്. സെലിബ്രിറ്റീസ് അവരൊന്നും ആയിരിക്കില്ല, പുള്ളിയുടെ ഫ്രണ്ട്സ് തന്നെ ആയിരിക്കും. എന്നാലും 2 മിനിറ്റ് 3 മിനിറ്റ് വരുന്ന ഓഡീസൊക്കെ. അപ്പം അങ്ങനെ ഗ്രൂപ്പിൽ ഏറെക്കുറെ ആക്റ്റീവായിട്ട് കൂടുതൽ നിൽക്കേണ്ടായിരുന്നത് സന്തോഷമായിരുന്നു. ആ പുള്ളി ആ ഒരു സക്സസ് ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. തിയേറ്റർ വിസിറ്റിന് ഫുൾ ടൈം കൂടെ ഉണ്ടാവും. വണ്ടിക്കകത്തിരുന്ന് ഈ പറഞ്ഞ തേർഡ് പാർട്ട് ഉണ്ടാവുമെങ്കിൽ ഞങ്ങളുണ്ടാവില്ലേ കമ്മിറ്റിക്കാർ. നിങ്ങളിപ്പോൾ ശ്രീകണ്ഠാപുരത്ത് നിന്ന് വണ്ടിയായിട്ട് പോയി എല്ലാവരും. അപ്പം ഇനി കമ്മിറ്റിക്കാർ ഇവിടെ തന്നെ ആവോ, അല്ലെങ്കിൽ നമ്മൾ തേർഡ് പാർട്ടിൽ ഉണ്ടാവില്ലേ എന്നൊക്കെ ഉള്ളത് ചോദിക്കുമായിരുന്നു പുള്ളി എപ്പോഴും. അപ്പോൾ പക്ഷേ പെട്ടെന്ന് പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഫോൺ എടുത്ത് നോക്കുമ്പോൾ കാണുന്നത് സന്തോഷേട്ടനില്ല എന്നുള്ളതാണ്. ഞാൻ പുള്ളിയുടെ വീട്ടിൽ പോയെങ്കിൽ പോലും ഞാൻ കാണാൻ നിന്നില്ല, പുറത്തന്നെ നിന്നത്. ഞങ്ങൾ വേറെ മാറ്ററുകൾ സംസാരിച്ച് കയറുന്നു ഞങ്ങൾ കൂടുതലുള്ളവർ. കാരണം ഫീഡ് എടുത്ത് നോക്കിയാൽ പോലും പുള്ളി തൊട്ട് തലേ ദിവസം നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ള പോസ്റ്ററൊക്കെ അതൊക്കെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്കത് ഇപ്പോഴും അങ്ങനെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ള പോലെയാണ്. ഇല്ല, അതറിയാം. സ്റ്റിൽ അത് ബോഡി കാണാനോ അതിനൊന്നും ഞാൻ നിന്നില്ല. അത് അങ്ങനെ ഇരിക്കട്ടെ, അത് പുള്ളി അങ്ങോട്ട് പോയി എന്നുള്ള പോലെ നിൽക്കുന്നതാണ് അതിൻ്റെ ഒരു ഭംഗിയെന്ന് തോന്നി. കാരണം അങ്ങനെ ആയിരുന്നു അത്. പെട്ടെന്ന് തലേ ദിവസം രാത്രി വരെ നമ്മുടെ ഇപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട്. രാത്രി വരെ പുള്ളി ഉണ്ട്, പിറ്റേന്ന് രാവിലെ ഇല്ലയെന്ന് പറയുമ്പോഴേ അതുകൊണ്ട് അത് കാണാനോ പിടിക്കാനൊന്നും പോയൊന്നുമില്ല. ഞങ്ങൾ കുറച്ച് പേര് അവിടെ പോയിരുന്നു, അത് പോകണമല്ലോ, അതൊരു മര്യാദ. പക്ഷെ ബോഡി കാണാനൊന്നും ഒന്നുമില്ല. ഈവൻ നമ്മളവിടെ സങ്കടപ്പെട്ട് നിൽക്കാൻ പോലും നിന്നിട്ടില്ല. മീഡിയാസിന് ബൈറ്റ് കൊടുക്കാനോ. അപ്പം എന്നെ കുറേ പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഓർമ്മകൾ പങ്കുവെക്കാമോ എന്ന് ചോദിച്ചിട്ട് കുറേ മീഡിയാസിന് വിളിച്ചിട്ടുണ്ട്. ഈ ഓർമ്മകളൊക്കെ പങ്കുവെക്കുക എന്ന് പറഞ്ഞാൽ അത് വേറെ തന്നെ പരിപാടി. ഇത് തൊട്ട് തലേന്ന് രാത്രി വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുടെ ഓർമ്മയൊക്കെ പങ്കുവെക്കുക എന്ന് പറഞ്ഞാൽ അയ്യോ, അങ്ങനെയൊക്കെ പങ്കുവെക്കുമ്പോഴാണ് നമ്മൾ അതിലോട്ട് ഇറങ്ങി പോവുക. അപ്പോൾ അതൊന്നും അങ്ങനെ ചിന്തിക്കാൻ പോലും നമുക്ക് താല്പര്യമില്ല എന്നുള്ളതുകൊണ്ട് എനിക്ക് ഒരു ഓർമ്മയും പങ്കുവെക്കാനില്ല. ഒക്കെ അങ്ങനെ തന്നെ ഉണ്ട് എന്നുള്ള രീതിയിൽ ഫോൺ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മരണ വീട്ടിലാണെങ്കിൽ പോലും ഞങ്ങൾ കുറച്ചപ്പുറം മാറി വേറെ മാറ്ററൊക്കെ സംസാരിച്ച് കയറുന്നത്. അത് സന്തോഷമായിട്ട് അങ്ങനെ ഉണ്ട് എന്നുള്ള രീതിയിലാണ് വെച്ചിരിക്കുന്നത്. ഇപ്പം റൈറ്റിങ്ങിൽ റൈറ്റർ ഉണ്ടായിരുന്നു, മ്യൂസിക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണേലും അവരൊരു ടീം വർക്കായിരുന്നു എന്ന് പറഞ്ഞു. മൊത്തത്തിൽ അപ്പോൾ ഈ ടീമിൻ്റെ ഗുണം എത്രത്തോളം ഒരു റൈറ്റർ എന്നുള്ള രീതിയിലും ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് അത് ഫീൽ ചെയ്തത്? അല്ല, ഈ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് എന്ന് പറയുന്നതിൽ ഡയറക്ഷൻ ടീമുണ്ട് നമുക്ക്. അപ്പോൾ അതിൽ സാംസൺ ആണ് നമ്മുടെ ചീഫ് എന്ന് പറയുന്നത്. അപ്പോൾ സാംസൺ ആണെന്നുണ്ടെങ്കിലും ഈ ഡാർക്ക് ഹ്യൂമർ എന്ന് പറയുന്ന ജോണറിനോട് അവനും ഭയങ്കര ഇഷ്ടക്കൂടുതലുള്ളതാണ്. അപ്പോൾ ഭരതനാട്യത്തിൽ വർക്ക് ചെയ്തതിനേക്കാളും ഒരു 2 മടങ്ങ് എനർജി കൂടുതൽ അവന് ഇതിൽ പ്രീ പ്രൊഡക്ഷൻ തൊട്ട് ഉണ്ടായിരുന്നു. കാരണം അവൻ തന്നെ ഇടയ്ക്കിടയ്ക്ക് പറയായിരുന്നു ഒരു ജനകീയ ഡാർക്ക് ഹ്യൂമർ ഹിറ്റ്
നമുക്ക് ഇവിടെ വന്നാൽ നന്നായിരിക്കും എന്നുള്ളൊരു സംഭവം. അതെ, ആ ടൈം അവനാ പറഞ്ഞിട്ടുള്ളത്, ജനകീയ ഡാർക്ക് ഹ്യൂമർ ഹിറ്റ് വന്നാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ അവന് വർക്ക് ചെയ്യാനുള്ള എനർജി ഭയങ്കര കൂടുതലാണ്. അപ്പൊ അവനായിരുന്നു ആക്ച്വലി ഡബിൽ എന്തോ സാധനം എക്സ്ട്രാ ഇടിപ്പിച്ചെന്ന് പറഞ്ഞ അത് എക്സ്ട്രാ അടിപ്പിച്ചിട്ടുള്ളല്ല, ഓൾറെഡി നമ്മൾ ഡബ് ചെയ്തിട്ട് ഒന്നുകൂടെ ചെയ്യിപ്പിക്കാം. അത് അടിപൊളിയാണ്. അത് മനോഹരമാണ്, അതിമനോഹരമാക്കാം അത് പറഞ്ഞിട്ടായിരുന്നു. പിന്നെ അതല്ല എൻ്റെ നുറുങ്ങ് സാധനങ്ങൾ സാംസൺ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സാംസണ് കംഫർട്ടായിട്ടുള്ള എഡീസിനെ കൊണ്ടുവന്നിരുന്നത്. ഭരതനാട്യത്തിൽ എല്ലാവരും റിപ്പീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ, പലതർക്കും വേറെ കമ്മിറ്റ്മെൻറ്റ്സും കാരണം അങ്ങനെ പോയി എന്നുള്ളതുകൊണ്ട് പുതിയ ടീമിനെ അതിലോട്ടേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒപ്പം ഭയങ്കരമായിട്ട് ചാടി നിൽക്കുന്ന ടീമായിരുന്നു. ഇപ്പോൾ കോസ്റ്റ്യൂം നോക്കുന്നവരാണെങ്കിലും ആർട്ട് നോക്കുന്നവരാണെങ്കിലും എല്ലാം തന്നെ. അപ്പോൾ ഇവർക്കൊക്കെ റൈറ്റേഴ്സ് ആവാൻ ഈ പറഞ്ഞ മാതിരി പാരലലി ഇൻഡിപെൻഡൻ്റ് ഡയറക്ഷൻ നോക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളായിരുന്നു ഇവരെല്ലാവരും. ഇപ്പോൾ നമ്മുടെ അസോസിയേറ്റ് ആയിട്ടുള്ള ഷെഫീഖ് ആണെങ്കിലും എഡീസായിട്ട് നിൽക്കുന്നുണ്ടായിരുന്ന സോണറ്റ് ആണെങ്കിലും റിനു ആണെങ്കിലും ഒക്കെ ഇവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള റൈറ്റർ ആവാനും ഡയറക്ടർ ആവാനും ഒക്കെ നോക്കുന്നുണ്ട്. അത് ആയിട്ടില്ല എന്നുള്ളതുകൊണ്ട് മാത്രം അസിസ്റ്റ് ചെയ്യാൻ വരുന്നവരാണ്. അപ്പോൾ അവരുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. ഇപ്പോൾ ആർട്ട് നോക്കുന്നുണ്ട്, ചേട്ടാ ഇവിടെ ഇങ്ങനത്തെ ഒരു സാധനം പ്ലേസ് ചെയ്താൽ രസം ഉണ്ടാവില്ലേ, ഈ ഒരു ജോണറിന് അത് സെറ്റ് ആവുന്നതായിരിക്കില്ലേ. ഇപ്പോൾ റിനുവിൻ്റെ സൈഡിലാണെങ്കിൽ ഇപ്പോൾ എല്ലാം ഈ പറഞ്ഞ മാതിരി എഡിയുടെ ജോലി മാത്രം ചെയ്തു പോവുക എന്നുള്ളൊരു പരിപാടി അല്ലാതെ ഈ ജോണറിൻ്റെ ഒപ്പം നിന്നുകൊണ്ട് നമ്മുടെ ഒപ്പം ആ ഒരു 2-3 മാസത്തെ ഒരു പ്രീ പ്രൊഡക്ഷൻ ടൈം നമുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഗുണം സിനിമയ്ക്ക് ഉണ്ടായിട്ടുണ്ട്, അത് റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട് നല്ലപോലെ. ഭരതനാട്യം തിയേറ്ററിൽ അത്ര വിസിബിലിറ്റി കിട്ടിയില്ല, OTT-ൽ ഹിറ്റായി. മോഹിനിയാട്ടം തിയേറ്ററിലും ഹിറ്റാണ്, OTT-ലും ഹിറ്റാണ്. അപ്പോൾ അടുത്തത് എന്താണ്, തേർഡ് പാർട്ട് എന്താണ് ഒരു പ്ലാൻ ഇപ്പോൾ ഉള്ളത്? അല്ല, അടുത്തത് വേറൊരു പടമായിരിക്കും ചെയ്യുന്നുണ്ടത്. തേർഡ് പാർട്ട് ഉണ്ട്. ഞങ്ങളുടെ കയ്യിൽ അതിൻ്റെ കഥയും ഈ പറഞ്ഞ പോലത്തെ സിറ്റുവേഷൻസും എന്താണ്, അതിൻ്റെ ട്രാക്ക് എന്താണ്, അതിൻ്റെ ജോണർ എന്താണ് എന്നുള്ളതൊക്കെ ഉണ്ട്. അതൊക്കെ എഴുതി നമുക്കൂടി ഹാപ്പി ആവുന്നൊരു ഡ്രാഫ്റ്റിലായാലേ അതുണ്ട് എന്നുള്ളത് പറയുള്ളൂ. നമ്മൾ കഥയൊക്കെ ഉണ്ട്, അത് അത്രേ പറയുന്നുള്ളൂ. അപ്പോൾ അടിപൊളിയായിട്ട് വരട്ടെ ഇനിയുള്ള പടവും, മോഹിനിയാട്ടത്തിൻ്റെ അടുത്ത പാട്ടും അടിപൊളിയായി വരട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.